സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. മഹാഗണപതയേ ശരണം. സംസരസ്വത്യേ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. അത്യന്തബാലം അതസീ കുസുമപ്രകാശം ദിഗ്വാസസം കനകഭൂഷണഭൂഷിതാംഗം വിസ്രസ്തകേശമരുണായതലായദാക്ഷം കൃഷ്ണം നമാമി സതതം നവനീതഹസ്തം. തടവേഴാസുഹൃതത്തെയൊരുണ്ണിയായി മടിയിലേറ്റി തടവേഴാസുഹൃതത്തെയൊരുണ്ണിയായി മടിയിലേറ്റി പവിത്രകരങ്ങളാൽ തടവിടുന്നൊരു ധന്യ യശോദ തന്നടിയിൽ നിന്നുതിരും പൊടിയെ തൊഴാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. അദ്ഭുതബാലകനായ ആനന്ദസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണലീലകളുടെ ആരംഭം പൂതനയെ പൂതയാക്കി മാറ്റിയ പൂതനാമോക്ഷം. ഒരു തരത്തിലും ഭഗവാന്റെ അനുഗ്രഹത്തിന് സാധ്യതയില്ലാത്ത കുറേ ജന്മങ്ങൾ, ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത ആസുരികത നിറഞ്ഞ അവരെ പോലും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ കിം പുന. ശ്രദ്ധയോടെ ഭക്തിയോടെ ആ ഭഗവാന്റെ മുൻപിൽ സമർപ്പണങ്ങളെ ചെയ്യുന്ന ഭക്തന്മാരെ എത്ര അനുഗ്രഹിക്കും എന്ന് വർണ്ണിച്ചുകൊണ്ട് കൃഷ്ണലീലകൾ നമ്മളിവിടെ ആരംഭിച്ചു. ശകടാസുരഭഞ്ജനവും തൃണാവർത്ത മോക്ഷവും വർണ്ണിച്ച് ഗർഗമഹർഷിയുടെ വരവ് അമ്പാടിയിലേക്ക്. നന്ദഗോപര് ഗർഗാചാര്യരെ വേണ്ടതുപോലെ സ്വീകരിച്ചു. വസുദേവർ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത്. വസുദേവരുടെ പത്നി രോഹിണി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ രോഹിണി പുത്രന് പേര് വിളിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപര് പറഞ്ഞു, എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉണ്ണിക്കും അങ്ങ് തന്നെ ഒരു പേര് കണ്ടെത്തണം. ഞങ്ങളുടെ കണ്ണനും ഒരു പേര് അതിപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുക. കാരണം പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് വായിൽ തോന്നുന്ന പേരൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കറുത്തതില്ലേ, ആ കാർമേഘവർണ്ണനില്ലേ, ആ കരിവണ്ട് പോലെയുള്ളതില്ലേ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പേര് ഞങ്ങളുടെ ഉണ്ണിക്കും അങ്ങ്. ശരി, പക്ഷേ വേറൊരു കാര്യമുണ്ട് നന്ദഗോപരെ. യദൂനാം അഹം ആചാര്യ, ഞാൻ യാദവന്മാരുടെ ആചാര്യനാണ് എന്നും എല്ലാ തരത്തിലും അങ്ങും വസുദേവരും തമ്മിലുള്ളതായ ബന്ധവുമൊക്കെ നന്നായിട്ട് അറിയണ ആളാണ് കംസൻ. അതുകൊണ്ട് തന്നെ യാദവന്മാരുടെ ആചാര്യനായ ഞാൻ ഇവിടെ അമ്പാടിയിൽ വന്ന് കുട്ടികൾക്ക് നാമകരണം ചെയ്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കംസന് ഇത് സംശയത്തിനിടയാവും. അപ്പോൾ കൂടുതൽ കൂടുതൽ ദുഷ്ടന്മാരെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഗൂഢോരഹസി ബാലയോഹോ, വളരെ രഹസ്യമായിട്ട് നമുക്ക് നാമകരണം നടത്തണം. ആരെയും അറിയിക്കൊന്നും വേണ്ട, വളരെ രഹസ്യമായിട്ട് പേര് വിളിക്കാം. അങ്ങ് ഒരുക്കം തുടങ്ങിക്കോളൂ, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഗർഗമഹർഷി യമുനയിലേക്ക് നാമകരണം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കാനായിട്ട് പുറപ്പെട്ടു. നന്ദഗോപര് വേഗം ചെന്ന് യശോദയോട് പറഞ്ഞു, ഗർഗമഹർഷി വന്നിട്ടുണ്ട്, കണ്ണന് ഇന്ന് പേര് വിളിക്കാൻ പോവാണ്, വേഗം നീ കുളിക്കണം,
രോഹിണിയോടും കുളിച്ചു കുട്ടിയെ തയ്യാറാക്കാൻ പറയണം, കണ്ണനെയും ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കണം. പിന്നെ എനിക്ക് നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ആരോടും പറയരുത്. അതും പറഞ്ഞ് നന്ദഗോപര് വളരെ പെട്ടെന്ന് ശുദ്ധാവണം അല്ലേ. ശുദ്ധമായിട്ടൊരു സ്ഥലം, പെട്ടെന്ന് ശുദ്ധമായി കിട്ടുന്ന സ്ഥലം ഏതാ എന്ന് ചോദിച്ചാൽ അത് പശുത്തൊഴുത്ത. അവിടെ ഉള്ള പശുക്കളെ അങ്ങോട്ട് മാറ്റിയിട്ടാൽ കുറച്ച് ചാണകം അവിടെ ഉണ്ടാവും, അതും അവിടെ ഒന്ന് പരത്തി കഴുകിക്കഴിഞ്ഞാൽ ശുദ്ധമായി. അങ്ങനെ ആ ഭാഗത്ത് ശുദ്ധമാക്കി അവിടെ നാമകരണത്തിനുള്ള ആ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നന്ദഗോപർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. യശോദ കുളിച്ചു, കണ്ണനെ കുളിപ്പിച്ചു, ഭംഗിയായി അണിയിച്ചൊരുക്കി. രോഹിണിയും രാമനെ ഉണ്ണിയെ ഭംഗിയായിട്ട് അവിടെ അണിയിച്ചൊരുക്കി. അപ്പോഴാണ് എന്തോ മോരോ പാലോ മറ്റോ വാങ്ങാൻ ഒരു ഗോപിക അങ്ങോട്ട് കടന്നു വന്നത്. യശോദയെന്ന് വിളിച്ചു. യശോദ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അത്ഭുതമായി. ഇന്നെന്താ യശോദയെ വിശേഷം? എന്തേ ഇന്ന് ഇത്ര നേരത്തെ നീ കുളിച്ചുവല്ലോ, നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ, അല്ല കണ്ണനെയും ഭംഗിയായി കുളിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇന്നെന്താ പ്രത്യേകത? ഇന്ന് മാസപ്പിറന്നാളൊന്നല്ലല്ലോ. അല്ല, ഇന്ന് രോഹിണിയല്ല, പിന്നെന്താ പ്രത്യേകത? യശോദ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ നേരത്തെ എഴുന്നേറ്റു, അപ്പോൾ കുളിച്ചു എന്ന് മാത്രം. അതല്ല, ഈ നന്ദഗോപരെന്താ അവിടെ വിളക്കൊക്കെ കത്തിവെച്ച് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വല്ല പൂജയോ മറ്റോ നടക്കുന്നുണ്ടോ? യശോദ പറഞ്ഞു, ഒന്നുമില്ലാന്ന്. നിനക്ക് മോരോ വേണ്ടത് പാലോ വേണ്ടത് അത് വാങ്ങിപ്പോയാൽ പോരെ? അതല്ല, ഇതാരായി കുളിച്ചു വരുന്ന? ഇത് ഗർഗമഹർഷിയല്ലേ? ഗർഗാചാര്യരെന്താ ഇവിടെ? യശോദേ, എന്നോട് പറയൂ, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോവും. എന്നാ പറയൂ. അത് നീ ഒരാളോടും പറയരുത്. ഞാൻ ഒരാളോട് പറയില്ല. കണ്ണന് പേര് വിളിക്കാൻ പോവുക. ഇത് കേൾക്കേണ്ട താമസം അവൾ പറഞ്ഞു, പാത്രം ഇവിടെ നിൽക്കട്ടെ, പിന്നെ മേടിച്ചോളാം എന്നും പറഞ്ഞ് അമ്പാടിത്തെരുവിലേക്ക് ഇറങ്ങി അവിടെയുള്ള സകലരോടുമായിട്ട് വിളിച്ചു പറഞ്ഞു, യശോദാദേവി പറഞ്ഞിട്ടുണ്ട് ഒരാളോട് പറയരുതെന്ന്, അതുകൊണ്ട് സകല ആൾക്കാരും കേട്ടോളുക, കണ്ണന് പേര് വിളിക്കാൻ വന്നിട്ടുണ്ട് ഗർഗമഹർഷി. കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഓടി വന്നു, ചുറ്റുമായിട്ടങ്ങനെ നിന്നു. അവിടെ ഗർഗമഹർഷി വന്ന് വേണ്ടതുപോലെ ആ വിഘ്നേശ്വര പൂജയൊക്കെ ചെയ്ത് നാമകരണത്തിനായിട്ട് അവിടെ തയ്യാറായി ആവണപ്പലകയിൽ അവിടെ ഇരുന്നു. നേരെ രോഹിണിയുടെ നേരെ കൈനീട്ടിയതും തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആ സങ്കരമൂർത്തിയെ ഗർഗമഹർഷിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. ഗർഗാചാര്യർ ആ ഭഗവാനെ കയ്യിലെടുത്തപ്പോൾ അത്ഭുതം തോന്നിയെന്ന. ഒരു 2.5 കിലോ 3 കിലോ അത്രയ്ക്കേ ഉള്ളൂ. ആരാ ഇയാൾ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഭടങ്ങൾക്ക് മുകളിൽ താങ്ങി നിർത്തുന്ന ആ ഭഗവാനെ തൻ്റെ 2 കൈ കൊണ്ട് താങ്ങി നിർത്താൻ പറ്റുക, ഇതൊരാനന്ദം, ഇതൊരത്ഭുതം. ഏതായാലും സകലരെയും രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമ ഇതി, രാമൻ എന്ന് പേര്. ഭാവിയിൽ അതിബലവാനായിത്തീരും ഇവൻ, അതുകൊണ്ട് ബലരാമൻ എന്ന് പേര്. പോരാ, മറ്റൊരു ഗർഭത്തിൽ നിന്ന് സംകർഷിച്ച് വന്നവനാണ് ഇവൻ, അതുകൊണ്ട് സംകർഷണൻ എന്ന് പേര്. ഗർഗമഹർഷി ഇങ്ങനെ ഈ രാമന് പേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഗർഗമഹർഷി ശ്രദ്ധിക്കണത് എന്താ വെച്ചാൽ, യശോദയുടെ മാറിൽ ചേർന്ന് കിടക്കുന്നുണ്ട് ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗർഗാചാര്യരെ നോക്കുന്നുണ്ട്. ഗർഗമഹർഷി നോക്കുമ്പോൾ അവിടെ നിന്ന് മുഖം മാറ്റുന്നുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങനെ എടുക്കാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന രംഗത്തിൽ വേഗം അനന്തമൂർത്തിയെ രോഹിണിക്ക് കൊടുത്ത് യശോദയുടെ നേരെ ആ അനന്തമൂർത്തിയായ ഭഗവാനെ തരാനായി കൈനീട്ടിയതും തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആ ഇന്ദ്രനീലക്കല്ലിനെ ഗർഗമഹർഷിയുടെ കയ്യിലേക്കായി വച്ചുകൊടുത്തു യശോദ. ഗർഗാചാര്യർ ഭഗവാനെ അങ്ങ് മടിയിൽ വച്ചതും ആനന്ദ സമാധിയിൽ ലയിച്ചു. കഥമസ്യ നാമ കുറുവേ. ഒരു ഭാഗത്ത് നിരാകാരൻ നിർഗുണൻ ഗുണാതീതം അവ്യക്തം ഏകം തുരീയം പരംബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ എന്ന് സ്തുതിക്കുന്ന രൂപമില്ലാത്ത നാമമില്ലാത്ത പരബ്രഹ്മം, മറുഭാഗത്ത് ആയിരക്കണക്കിന് രൂപങ്ങളെ ആയിരക്കണക്കിന് നാമങ്ങളെ കൈക്കൊള്ളുന്നതായ ഭഗവാൻ താൻ എന്ത് പേരിടും, എങ്ങനെ പേര് വിളിക്കും? അല്ല, പേര് വിളിച്ചാൽ പേര് വിളി കഴിഞ്ഞ് ദക്ഷിണയും വാങ്ങിയാൽ പിന്നെ തനിക്ക് ഇവിടെ പിന്നെ റോളേ ഇല്ല. അതുകൊണ്ട് പേരെ വിളിക്കണ്ട, മടിയിൽ കിടത്തി അവിടെ ഇരിക്കാം.
ഇങ്ങനെ ഭഗവാനെയും മടിയിലെടുത്ത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കാലോ എന്നൊക്കെ ചിന്തിച്ച് ഗർഗമഹർഷി അങ്ങനെ ആനന്ദ സമാധിയിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ഭഗവാന് തോന്നി ഇയാൾ പേരിടലൊന്നും ഉണ്ടാവില്ല, സമയം ഇപ്പം തന്നെ വൈകിയിട്ടുണ്ട്. തൻ്റെ ആ കൊച്ചു കൈകൊണ്ട് ഗർഗമഹർഷിയുടെ ആ താടിരോമം പിടിച്ചൊന്ന് വലിച്ചതും കരുഷതീ ഇതി, സകലരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് അല്ലേ. ഇന്നിപ്പോൾ ഭൂലോക വൈകുണ്ഠമാകുന്ന ഗുരുവായൂരപ്പൻ്റെ മുൻപിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തന്മാർ ഒഴുകിക്കൊണ്ടിരിക്കണം ഏ. ഗുരുവായൂർ ഇന്ന് തിരക്കേയില്ല എന്ന് പറഞ്ഞാൽ ഒരു 5000 ആളെ തൊഴുതിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ എന്താ അവിടെ ഇത്ര ഗംഭീരമായിട്ട് ഇത്രയും ആൾക്കാരെ ആകർഷിക്കുന്ന എന്താ ഉള്ളത്? അവിടെ തൂണിൻ്റെ മുകളിലുള്ള ശില്പങ്ങളോ ചുമരിൻ്റെ മുകളിലുള്ള ചിത്രമോ ഒന്നുമല്ല. അവിടെ ഇത്രയും ലോകത്തെ മുഴുവൻ ആകർഷിച്ച് നിർത്തുന്നത് ശ്രീലകത്ത് ശോഭിക്കുന്ന 1.5 അടി ഉയരമുള്ള ഒരു ചെറിയ ഉണ്ണിയാണ്. ആ ഉണ്ണിയുടെ ഒരു പുഞ്ചിരിയാണ്. അപ്പോൾ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നതായ ഇവന് കൃഷ്ണൻ എന്ന് പേര്. പല നിറത്തിൽ ഇവൻ അവതരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കായാമ്പൂ വർണ്ണമായതുകൊണ്ട് കൃഷ്ണൻ എന്ന് പേര്. ഗർഗമഹർഷിക്കാണെങ്കിൽ ഈ കളവ് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടും. അതുകൊണ്ട് പറഞ്ഞു, ശരിക്കും നന്ദഗോപരെ ഇത് വസുദേവരുടെ പുത്രനാണ്. ഇതങ്ങ് കേട്ടതും ഭഗവാൻ മടിയിൽ കിടക്കുന്ന ഭഗവാൻ അവിടെ നിന്ന് ഒന്ന് പടച്ചു. കാരണം എത്ര മെനക്കെട്ടിട്ടാ അവിടെ നിന്നെടുത്ത് ഇവിടെ കിടത്തി, ഇവിടെ നിന്നെടുത്ത് ഇവിടെ കിടത്തി, ഇവിടെ നിന്ന് അവിടെ. ഇതിപ്പോൾ ഇയാളെ കളവൊക്കെ വിളിച്ചു പറയാൻ പുറപ്പെട്ടാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗർഗമഹർഷി പറഞ്ഞു, ഇപ്പോഴല്ല, പ്രാഗയം വസുദേവസ്യ, പണ്ട് ഇവൻ വസുദേവരുടെ പുത്രനായി അവതരിച്ചിരുന്നു, അതുകൊണ്ട് വാസുദേവൻ എന്ന് പേര്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ലീലകളിൽ കൂടി ഇവൻ സ്വയമേവ ഓരോ തരത്തിലുള്ളതായ പേരുകളെ നേടിക്കോളും. ഏതായാലും ഗർഗമഹർഷി പറഞ്ഞു, നന്ദഗോപരെ അങ്ങ് എന്തേ വേണ്ടത്? ഈ കൃഷ്ണനെ സ്നേഹിക്കുക, യാതൊന്നും വേണ്ട. സർവ്വവിധത്തിലുള്ളതായ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ ഇവൻ കരകയറ്റും എന്ന് പറഞ്ഞ് വേണ്ടതുപോലെ നന്ദഗോപരെ അനുഗ്രഹിച്ച് ഗർഗാചാര്യർ അവിടുന്ന് തിരിച്ചുപോയി. അവിടുന്ന് അങ്ങോട്ട് കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹപാണിഭ്യാം രിംഗമാണോ വിജഹ്രതു. ഹേ പരീക്ഷത്തെ, അല്പകാലം കഴിയുമ്പോഴേക്കും ആ നന്ദഗോപരുടെ അകത്തളത്തിൽ കൂടി മുട്ടുകുത്തി രാമകൃഷ്ണന്മാർ നീങ്ങാനായിട്ട് തുടങ്ങി. ആ മുട്ടുകുത്തി വരുന്ന രാമകൃഷ്ണന്മാരുടെ വരവ് കാണാൻ രാവിലെ ആവുമ്പോഴേക്കും യശോദയുടെ വീടിൻ്റെ പുറത്ത് ഗോപികമാരും ഗോപന്മാരും തടിച്ചു കൂടുന്ന. അവർ രാവിലെ വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുക. നേരത്തെ അവരുടെ വീട്ടുജോലികളൊക്കെ തീർത്ത് നന്ദഗോപരുടെ വീടിൻ്റെ മുമ്പിൽ അവർ കാത്തു നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാച്ചാൽ ഇപ്പോൾ ഒരു ശീവേലിയുണ്ട്, ഒരു കാഴ്ച ശീവേലി അല്ലേ. ആലോചിച്ച് നോക്കൂ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ രാത്രിയിൽ ഒരു അത്താഴ ശീവേലിയുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ തന്നെ എത്രയുണ്ട്. ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെട്ടി ചങ്ങലകളൊക്കെ വലിച്ചു, ആനകളൊക്കെ വന്ന് തയ്യാറായി, നെറ്റിപ്പൊട്ടൊക്കെ തയ്യാറായി എല്ലാവരും അങ്ങനെ കാത്തു നിൽക്കുക. ഇപ്പോൾ വരും ഗുരുവായൂരപ്പൻ. പൊന്നിൻ ശ്രീലകത്ത് നിന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ പൊന്നിന്തടമ്പായി വരുന്ന ഗുരുവായൂരപ്പനെ കാണാൻ കാത്തിരിക്കണ സമയത്ത് അകത്തുനിന്ന് പാണി ശിവേലിയുടെ പാണിവേളം കേൾക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തീവെട്ടി പന്തങ്ങളൊക്കെ തെളിഞ്ഞു, ചുറ്റുവിളക്ക് തെളിഞ്ഞു, ദീപസ്തംഭം കത്തിച്ചു. അനേകം വെള്ളി വിളക്കുകൾ പുറത്തേക്ക് വരുന്നു, വാദ്യം പുറത്തേക്ക് വരുന്നു. അങ്ങനെ വന്ന് ഗുരുവായൂരപ്പൻ വന്ന് ആ ആനപ്പുറത്ത് കയറി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാവണ ഒരു അന്തരീക്ഷം എന്താ? ഇന്നും രാജകീയമല്ലേ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വരവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാമകൃഷ്ണന്മാർ പ്രത്യക്ഷമായി എഴുന്നള്ളുന്ന ആ ഒരു ശീവേലിക്ക് എത്രയായിരിക്കും ആനന്ദം. അത് കാണാൻ കാത്തിരിക്കുന്നു അവരൊക്കെ. യശോദയും രോഹിണിയും ഭംഗിയായി കുട്ടികളെ അണിയിച്ചൊരുക്കി പട്ടുകോണകൊക്കെ ഉടുപ്പിച്ച് ആ തലമുടിയൊക്കെ ചീകിയതിലൊരു മയിൽപ്പീലിയൊക്കെ കുത്തി ആ കയ്യിൽ നിന്ന് ഇറക്കി അങ്ങ് വിട്ടാൽ തന്നെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നതായ ആ ഗോപികമാരുടെ മുമ്പിലേക്ക് മുട്ടുകുത്തി രാമകൃഷ്ണന്മാരൊരു വരവുണ്ടത്രേ. അത് കണ്ട് ആനന്ദത്തോടുകൂടി അവരിയ്ക്കുമ്പോഴാവും ചിലപ്പോൾ ഈ മുട്ടുകുത്തി വരുന്നതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് കാണാം. അപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല ഇതെന്താ തിരിഞ്ഞു നോക്കുന്നത്. 2 അടി വീണ്ടും വയ്ക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും.
കുറച്ച് കഴിയുമ്പോഴാണ് തൻ്റെ തന്നെ പാദത്തിലുള്ള പൊഞ്ചിലങ്കയുടെ ശബ്ദം, തൻ്റെ തന്നെ കാലിലുള്ള ചെലമ്പിൻ്റെ ശബ്ദം കേട്ട് ആരോ പിടിക്കാൻ വരികയാണോ എന്ന ഭാവത്തിൽ പേടിച്ച് തിരിഞ്ഞു നോക്കുന്നതായ രാമനും കൃഷ്ണനും. ഇത് കണ്ട് ഗോപികമാർ മാറി നിന്ന് ചിരിക്കും. മണ്ടന്മാർ മനസ്സിലായിട്ടില്ല, കാലിൽ തന്നെയാണ് ശബ്ദം വരുന്നത്, ചെലമ്പിൽ നിന്നാണ് ശബ്ദം വരുന്നത്. യശോദ മടിയിൽ വച്ച് പാല് കൊടുക്കുക. യശോദയ്ക്ക് ആകെ ഇപ്പോൾ കുട്ടിക്ക് അവകാശം പറയാൻ പറ്റുന്ന ഒരു സമയം ഈ പാല് കൊടുക്കൽ മാത്രം. ബാക്കി സമയത്തൊന്നും യശോദയ്ക്ക് ഇതിനെ കിട്ടുകയില്ല. ഞങ്ങളെടുക്കട്ടെ എന്നും പറഞ്ഞ് കരാൽക്കരം കൈകളിൽ നിന്ന് മാറി 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 പോണത് കാണാം. അപ്പോൾ എങ്ങനെയെങ്കിലും പാല് കൊടുക്കാനുള്ള സമയമായാൽ യശോദയ്ക്ക് സമാധാനമായി. ആ സമയം യശോദയ്ക്ക് ഇപ്പം എന്താ ആനന്ദം? ദത്വാസ്തനം പ്രപിപതോസ്മമുഖം നിരീക്ഷ്യ, തൻ്റെ മടിയിൽ കിടത്തി ഭഗവാനെ മാറിടത്തിലേക്ക് ചേർത്ത് ഭഗവാൻ അങ്ങനെ പാല് കുടിക്കുമ്പോൾ ഭഗവാന്റെ അതിസുന്ദരമായ ആ മുഖം നോക്കി അങ്ങനെ ഇരിക്കും യശോദ. അപ്പം എന്താ ഭഗവാന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആ താമരക്കണ്ണുകൊണ്ട് അമ്മയുടെ മുഖത്തേക്കും തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് പാല് കുടിക്കുന്നത് നിർത്തി അമ്മയെ നോക്കി ചിരിച്ചൊന്ന് സന്തോഷിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് തോന്നി അമ്മയെ ഒന്ന് വേവലാതിപ്പെടുത്താം. പതുക്കെ പാല് കുടിക്കണത് നിർത്തി മുഖങ്ങ് മാറ്റിയപ്പോൾ യശോദ ഇതെന്താ നിർത്തിയത് എന്നുള്ള ഭാവത്തിൽ ഒന്ന് നോക്കി ഭഗവാൻ ഒന്ന് കോട്ടുവായിട്ടു. ഭഗവാൻ കോട്ടുവായിട്ടപ്പോൾ യശോദ വെറുതെ ഒന്ന് മുഖത്തേക്ക് നോക്കിയതാണ്, വായിലേക്ക് നോക്കിയതാണ്. പക്ഷേ നോക്കിയത് വെറുതെ ആയില്ല. അതിനകത്ത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കൂടി കിടന്ന് തിരിയണതായ കാഴ്ച കണ്ട് യശോദ വേവലാതിപ്പെട്ടു. രോഹിണിയെ വിളിച്ചു. രോഹിണി ഓടി വരൂ. രോഹിണി ഓടി വന്നു ബലരാമനെയും തൂക്കി പിടിച്ചിട്ട്. എന്തുപറ്റി? കണ്ണൻ്റെ വായിൽ നക്ഷത്രം. നക്ഷത്രം നിനക്ക് തോന്നിയതാവും. അല്ല, സത്യമായിട്ട് ഞാൻ നക്ഷത്രം കണ്ടു. എവിടെ ചോദിക്കുമ്പോഴേക്കും വായ അടച്ചു. പിന്നെ രോഹിണി എങ്ങനെയൊക്കെയോ കൂടി വായ കുത്തിപ്പിടിച്ച് തുറന്നു നോക്കുമ്പോഴാണ് മുല്ലമൊട്ട് പോലെ 2 പല്ല് മുൻപിൽ വരുന്നുണ്ട്. വെറുതെ അല്ല നീ നക്ഷത്രം കണ്ടത്. ഈ പല്ല് മുളയ്ക്കണ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാർ നക്ഷത്രമൊക്കെ കാണും. രോഹിണി യശോദ അവന് പല്ല് മുളയ്ക്കുന്നുണ്ട്. സത്യമായിട്ടും നോക്കുമ്പോൾ ശരിയാ 2 പല്ല്. പിന്നെ അന്ന് അതൊരു ഉത്സവം അല്ലേ? നമുക്കൊക്കെ ഇവിടെ എപ്പോഴാണ് ഉത്സവം എന്ന് ചോദിച്ചാൽ ഇന്ന മാസത്തിൽ ഇന്ന നക്ഷത്രത്തിൽ ഇത്ര ദിവസത്തെ ഉത്സവം എന്നൊക്കെ ഒരു കണക്കുണ്ട്. എന്നാൽ അമ്പാടിയിൽ പോയാൽ അവർ പറയും നിത്യോത്സവം. അവിടെ എല്ലാ ദിവസവും ഉത്സവം. കദളിവാഴകൾ കൊടിതോരണങ്ങളൊക്കെ തൂക്കിയിട്ട് കാണാം. പാലും വെണ്ണയൊക്കെ എടുത്ത് അവർ എറിഞ്ഞാഘോഷിക്കുക. നോക്കണേ, ഇന്നലെ വരെ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ അടിയിലൊരു പാത്രം പിടിച്ച ആൾക്കാരായി ഇവർ. ഇതിനടിയിൽ വേറെ പാത്രം വെച്ചത് മറിഞ്ഞു കൊണ്ടാ വെച്ചിട്ട്. അവർക്ക് ആകെയുള്ള സമ്പത്ത് ഈ പാലും മോരുവാ. പക്ഷേ ഭഗവാനെ കണ്ടതോടെ, ഭഗവാനെ കിട്ടിയതോടെ ഈ പറഞ്ഞ പാലും മോരും അതൊന്നും ഒരു സമ്പാദ്യമായിട്ട് അവർക്ക് തോന്നിയില്ല എന്നാ. ഇന്നെന്താ ഉത്സവം എന്ന് ചോദിച്ചാൽ അവർ പറയും ഇന്ന് കണ്ണന് പല്ലു മുളച്ചു, അതിൻ്റെ ഉത്സവം. ഇന്നെന്താ ഉത്സവം? ഇന്ന് ആദ്യമായിട്ട് പിടിക്കാണ്ട് 2 അടി വെച്ചു കണ്ണൻ. കൃഷ്ണൻ നടന്നതിൻ്റെ ഉത്സവം. ഇന്നെന്താ ഉത്സവം? ഇന്നേ ബലരാമനെ നോക്കിയിട്ട് ഏട്ടാന്ന് വിളിച്ചു, അതിൻ്റെ ഉത്സവം. ഇന്നെന്താ ഉത്സവം? ഇന്ന് നന്ദഗോപരെ അച്ഛാന്ന് വിളിച്ചതിൻ്റെ ഉത്സവം. ഇങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളെയും ഉത്സവഭാവത്തിൽ ആനന്ദത്തോടുകൂടി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു ഗോപികമാർ. നടക്കാൻ പഠിച്ചു. പ്രഗൃഹീത പുച്ഛയിലെ വലിയ വലുപ്പമുള്ള പശുക്കളുടെ പിറകിൽ കൂടി പോയി അവരുടെ നീണ്ട വാല് പിടിച്ചവിടെ നിൽക്കും. ഒരു പശുവിൻ്റെ വാല് ബലരാമൻ പിടിക്കും, ഒരു പശുവിൻ്റെ വാല് കൃഷ്ണനും പിടിക്കും. പിന്നെ പശു പുല്ല് തിന്നാൻ നടക്കുന്ന സമയത്ത് ആ വാലിൻ്റെ മുകളിൽ തൂങ്ങി കാല് നീട്ടി വെച്ചിട്ട് നടക്കും. പശു സ്പീഡ് കൂടിയാൽ കമിഴ്ന്ന് വീഴും. അപ്പോൾ അടുത്ത പശുവിൻ്റെ വാല് പോയി പിടിക്കും. ഇങ്ങനെ അത്യാവശ്യം നടക്കാൻ പഠിച്ചു. നടക്കാൻ പഠിച്ചതോടെ എന്തായി എന്ന് വെച്ചാൽ കുസൃതി ഇരട്ടിയായി. സ്വതവേ ഈ എടുത്ത് നടക്കണ പ്രായത്തിലുള്ള കുട്ടികളുടെ അമ്മമാർ പറയും ഒന്ന് നടക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു. എന്താ വെച്ചാൽ ഇതെല്ലാ സ്ഥലത്തും പോകുമ്പോൾ എടുത്തു കൊണ്ടോണ്ടേ. നടക്കാൻ പഠിച്ചാൽ പിന്നെ എടുക്കേണ്ട പണിയില്ലല്ലോ വെച്ചിട്ടാ. പിന്നെ ഇവ നടക്കാൻ പഠിച്ചാൽ ഇതേ അമ്മമാർ പറയും ഇതിലും ഭേദം കിടക്കുന്നത് തന്നെയായിരുന്നു അല്ലേ. ഇതുപോലെ ഇവൻ നടക്കാൻ പഠിച്ചതോടുകൂടി എന്തായി?
കുസൃതി ഇരട്ടിയായി. ശൃംഗ്യഗ്നിദംഷ്ട്യസി ജലദ്വിജ കണ്ടകേഭ്യ. നല്ല വളഞ്ഞ കൊമ്പുള്ള പശുക്കളുണ്ടാവും. അപ്പോൾ അമ്പാടിയിലെ പശുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള പശുക്കളാണ്. അവരുടെ തലയൊക്കെ അങ്ങ് മുകളിലുണ്ടാവും. അപ്പോൾ ഈ ഉയരമുള്ള പശുക്കളുടെ അടുത്തേക്ക് പതുക്കെ പോയി കുറച്ച് പുല്ലിങ്ങനെ കാണിക്കും. സ്വാഭാവികമായിട്ടും ഈ ഉയരമുള്ള പശു പുല്ല് തിന്നാൻ വേണ്ടി തല താഴ്ത്തുമല്ലോ. താഴ്ത്തണ സമയം നോക്കി ഒരു കൊമ്പിലെ ബലരാമൻ അവിടെ പിടിക്കും, അപ്പുറത്തെ കൃഷ്ണൻ അവിടെ പിടിക്കും. രണ്ട് കുട്ടികളും തൂങ്ങിക്കഴിഞ്ഞാൽ പശു തലയങ്ങ് പൊക്കും. അപ്പം എന്താ സുഖം എന്ന് വെച്ചാൽ ഈ പശുവിൻ്റെ കൊമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ആടുക. പശുവിനാണെങ്കിലോ ഒരു ഭാഗത്ത് അനന്തമൂർത്തി, ഒരു ഭാഗത്ത് ആനന്ദമൂർത്തി. അതിനും അതൊരു സുഖം. ഇങ്ങനെ ആ പശുവിൻ്റെ കൊമ്പിൽ തൂങ്ങിക്കളിക്കുന്നതായ രംഗങ്ങൾ. നായ, പൂച്ച ഇവരുടെയൊക്കെ വായയിൽ പല്ല് മുളച്ചിട്ടുണ്ടോ, പല്ല് പറയാറായിട്ടുണ്ടോ, പല്ല് തേപ്പിച്ചു കൊടുക്കുക. നായക്കൊക്കെ സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ വേണ്ടി വിളിക്കും യശോദ. കണ്ണ നാമം ജപിക്കാൻ വരൂ, ജപിക്കാൻ വരൂ. എത്ര വിളിച്ചാലും വരില്ല. അവസാനം ഓഫർ വയ്ക്കും, 2 കദളിപ്പഴം. നാമം ജപിച്ചാൽ കദളിപ്പഴം കിട്ടും. ഇത് കേട്ടാൽ രണ്ടാൾ ഓടി വരും. യശോദയുടെ ഒരു ഭാഗത്ത് കൃഷ്ണൻ, ഒരു ഭാഗത്ത് രാമൻ. അവിടെ ഇരുന്നാൽ യശോദ പറയും, നാരായണ എന്നു ജപിക്കാവേന്നാരോമലായി പറയും യശോദ. കണ്ണ നാരായണ ജപിക്കൂ. വല്ലാത്ത മടി അല്ലേ? ഇപ്പം ഈ മൈക്കിൽ കൂടി എൻ്റെ പേര് ഞാൻ തന്നെ അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എല്ലാവരോടും ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭഗവാനിപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കൽ വല്ലാത്ത നാണക്കേട്. ഞാൻ ജപിക്കുന്നുണ്ട്, അല്ല ഉറക്കെ ജപിക്കൂ, ഞാൻ മനസ്സിൽ ജപിക്കുന്നുണ്ട്. മനസ്സിൽ ജപിച്ചാൽ കദളിപ്പഴം കിട്ടില്ല, ഉറക്കെ ജപിച്ചാലേ കദളിപ്പഴം കിട്ടൂ. നാരായണ ജപിക്കൂ, നാരായണ ജപിക്കൂ. യശോദ എങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ നാണം കുണുങ്ങിയിട്ടു ജപിക്കുമപ്പോൾ വളരെ നാണിച്ച് തല താഴ്ത്തി നാരായണ 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 നാരായണ. കുട്ടികൾ രണ്ടാളും നാമം ജപം തുടങ്ങിയാൽ യശോദ കണ്ണടച്ച് വിശ്വം വിഷ്ണുരു വഷൽക്കാരോ അസ്സലായി. ഇനി ഈ അമ്മയുടെ സഹസ്രനാമം കഴിയണത് വരെ ഈ കദളിപ്പഴത്തിൻ്റെ വാസനയടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കണം. പതുക്കെ എന്ത് ചെയ്യും, ആ കൊളുത്തി വെച്ച വിളക്ക് ഊതി അവിടെ കിടത്തി. യശോദയെ തട്ടി വിളിച്ചു, അമ്മേ വിളക്ക് കെട്ടു. എപ്പോ? കാറ്റ് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. കണ്ണടച്ചിരുന്നാൽ കാറ്റ് വന്നത് കാണുമോ? ഇപ്പം നല്ല ഇരുട്ടാ. യശോദ പറയും, നിങ്ങളിവിടെ ഇരിക്കണം, തട്ടിമറിയരുത്, ഞാൻ വേഗം പോയി വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് യശോദ വിളക്ക് കത്തിച്ച് കൊണ്ടുവരുമ്പോഴേക്കും കദളിപ്പഴത്തിൻ്റെ തൊലി മാത്രം ഇവിടെ ബാക്കിയുണ്ടാവും. രണ്ടാളും എണീറ്റ് ഉടലും കഴിഞ്ഞിട്ടുണ്ടാവും. ബെഞ്ചിൻ്റെ മുകളിലിരുന്നിട്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുക കൃഷ്ണൻ. അപ്പം യശോദ ഇത് കണ്ടപ്പോൾ വന്നു പറഞ്ഞു, കണ്ണ ഇമ്മട്ടു കാലാട്ടരുതോമനേ. ഇതൊക്കെ ഓട്ടൂരിൻ്റെ ഭാവനകളാണ്. ഇങ്ങനെ കാലാട്ടാൻ പാടില്ല കണ്ണ. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ വിശ്വാസമുണ്ട് അല്ലേ? ഇത് പണ്ട് ഈ മണ്ണെണ്ണ വിളക്കും അങ്ങനെയുള്ള സാധനമൊക്കെ ഈ ബെഞ്ചിൻ്റെ അടിയിലൊക്കെ വെക്കും. അപ്പോൾ അത് തട്ടിപ്പോവാണ്ടിരിക്കാൻ പേടിപ്പിക്കാൻ ഉണ്ടാക്കിയ സാധനമാണ് ഇങ്ങനെ കാലാട്ടിയാൽ കടം കയറും എന്നൊക്കെ ഓരോ നാട്ടിൽ പറയും. അപ്പോൾ ഇങ്ങനെ കാലാട്ടാൻ പാടില്ല കൃഷ്ണ. അപ്പോൾ ചോദിക്കും യശോദയോട്, എന്താ കാലാട്ടിയാൽ? കാലാട്ടി എന്താ കുഴപ്പമെന്നറിയോ? നിന്നമ്മാമനായുസ്സു കുറഞ്ഞു പോകും. ബെഞ്ചിൻ്റെ മുകളിലിരുന്ന് കാലാട്ടിയാൽ അമ്മാവൻ വേഗം ചാവും. ഇത് കേട്ടപ്പോൾ എന്തൊരു സന്തോഷം അറിയോ മുഖത്ത്. സത്യമായിട്ടും വേഗം ചാവും. ഇതും പറഞ്ഞ് യശോദ അങ്ങ് പോണ്ട താമസം ബലരാമേട്ടനെ നോക്കിയിട്ടൊരു ചിരി. എന്നിട്ടോ കാല് നല്ലോണം അങ്ങ് ആട്ടി. എന്താ വെച്ചാൽ ഏതായാലും ലിസ്റ്റിൽ കംസവധ ഉണ്ട്, അത് നേരത്തെ ആവണുണ്ടെങ്കിൽ അതല്ലേ സൗകര്യം. പിന്നെ അത്യാവശ്യം ഗോപികമാർ, ഇന്ന് കൃഷ്ണനെ ഞങ്ങൾ കുളിപ്പിക്കാം, ഇന്ന് കൃഷ്ണനെ ഞങ്ങൾ കണ്ണെഴുതിക്കാം, ഇന്ന് കൃഷ്ണനെ ഞങ്ങൾ ഗോപി തൊടിയിക്കാം. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഭഗവാനെ അണിയിച്ചൊരുക്കാൻ മത്സരിക്കും. ഒരുത്തി ഭംഗിയായിട്ട് കുറി തൊടുവിച്ച് കൊടുത്താൽ അവൾ പിന്നെ അന്ന് അമ്പാടിയിലെ VIP. ഇന്ന് കൃഷ്ണനെ കാണാൻ കുറച്ചുകൂടി ഭംഗിയില്ലേ, ഞാൻ ആ കുറി തൊടിയിച്ചത്, അതുകൊണ്ടാണ് ഇത്ര ഭംഗി. ഇന്ന് കൃഷ്ണനെ മാല അണിയിച്ചത് ഭംഗിയില്ലേ, ഞാൻ
അണിയിച്ചത്, അതുകൊണ്ടാണ് ഇത്ര ഭംഗി. ഇങ്ങനെ അതിനിടയിൽ ഏതോ ഒരു ഗോപിക അറിയാണ്ട് പറഞ്ഞു പോയി, ഇന്ന് ഏറ്റവും ആദ്യം കൃഷ്ണനെ എടുത്തത് ആരാ അറിയോ? ആരാ ചോദിക്ക്? ആരാ? ഞാനാണ്. ഇന്ന് ഏറ്റവും ആദ്യം കൃഷ്ണനെ എടുത്തത് ഞാനാ. അവളാണ് അന്ന് അമ്പാടിയിലെ VIP. അപ്പോൾ ഒരുത്തി വന്ന് ഇവളോട് ചോദിച്ചു, നീ എത്ര മണിക്കാണ് എടുത്തത്? ഇന്ന് ഞാൻ 6 മണിക്ക് യശോദയുടെ അടുത്തെത്തി. ഇവൾ പോയി 5:30 അലാറം വെച്ചു. പിറ്റേ ദിവസം അവൾ 5:30 പോയി. ആദ്യം കൃഷ്ണനെ എടുത്തത് ഞാൻ. ഉടനെ അടുത്ത ആൾ പോയി 5 മണിക്ക് അലാറം വെച്ചു. ഇങ്ങനെ ആദ്യം കൃഷ്ണനെ എടുത്തതാരാ എന്നുള്ളതൊരു മത്സരം പോലെയായി. അതോടുകൂടി എന്താ വെച്ചാൽ, ഒരു ദിവസം രാത്രി യശോദ വാതിലടയ്ക്കാൻ നോക്കുമ്പോൾ 2-3 ഗോപികമാർ പായം തലയണയ്ക്ക് എടുത്ത് വരുന്നുണ്ട്. യശോദ ചോദിച്ചു, എന്തേ? ഞങ്ങളിവിടെ വരാന്തയിൽ കിടന്നോളാം തമ്പുരാട്ടി. എന്തിനാ? കൃഷ്ണനെ ആദ്യം കാണാൻ വന്നവരാ അല്ലേ? ഇന്നും ഗുരുവായൂർ പോയാൽ കാണാം, നടയടക്കാറായി, ക്ലോസ്ഡ് എന്നും പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ ഈ സാധനം പിടിച്ചിട്ട് നടക്കുന്നുണ്ടാവും. ഇവൻ്റെ പിറകിലുണ്ടാവും കുറേ ആൾക്കാർ അല്ലേ? രാത്രി 10 മണി 11 മണിക്ക് നടയടച്ചിട്ടും ഇവർ ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. ആരാവർ? ആദ്യം കാണാൻ വന്നവരാ, നിർമാല്യം കാണാൻ വന്നവരാ, ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാ. ഇങ്ങനെ അവർ വന്ന് വരാന്തയിലൊക്കെ കിടക്കും. യശോദ വാതിലടച്ച് ഉറങ്ങും. പക്ഷെ ഇവർക്ക് ഉറക്കം വരില്ല. കാരണം 3-4 ആൾക്കാരുണ്ട്. ആരാ ആദ്യം എടുക്കുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് പതുക്കെ ഒരുത്തി പോയി വാതിലിന് തട്ടി. ശബ്ദം കേട്ട് യശോദ കണ്ണു തുറന്നു, സമയം നോക്കി. 12 മണിയായിട്ടുള്ളൂ. ഇതാരാ ഇപ്പോൾ വിളിക്കുന്നത്? വാതിൽ തുറന്നപ്പോൾ ഇവൾ ഉള്ളിലേക്ക് തലയിട്ടിട്ട് ചോദിക്കുക, ഉണർന്നുവോ? ഇനി എപ്പോഴാ? ഉണർന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം വാതിലിന് തട്ടുന്നുണ്ട്. യശോദ നോക്കി, 12:30 1 മണി. ഉണർന്നു. യശോദയ്ക്ക് ദേഷ്യം വന്നു. യശോദ പറഞ്ഞു, ഇനി ഒരാളും വാതിൽ തട്ടരുത്, ഒരു ശബ്ദം ഉണ്ടാക്കരുത്. അവൻ ഉണർന്നാൽ ഞാൻ വിവരം പറയും. അതുവരെ നിങ്ങൾ അടങ്ങിയിരിക്കണം എന്നും പറഞ്ഞ് യശോദ വാതിലങ്ങടച്ചു. അതോടെ ഗോപികമാർക്ക് വല്ലാത്ത സങ്കടമായി. കൃഷ്ണൻ ഉണർന്നാൽ നമ്മളെങ്ങനെയാ അറിയാം? എങ്ങനെയാ കൃഷ്ണൻ ഉണർന്നാൽ നമ്മളറിയാം? അപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? കൃഷ്ണൻ ഉണർന്നു എന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരാൾ ഉള്ളിലുണ്ട്. ആരാത്? എല്ലാവരും ഈ വാതിലിൻ്റെ അടുത്ത് വരിക. എന്നിട്ട് എല്ലാവരും ചെവി ഇങ്ങനെ പിടിക്കുക, ശബ്ദം ഉണ്ടാക്കരുത്, ചെവി ഇങ്ങനെ പിടിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിൽ 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 എന്ന് പറഞ്ഞിട്ട് മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം. ഭഗവാന്റെ കുഞ്ഞിക്കാലിൽ ചേർത്ത് കെട്ടിയിരിക്കുന്ന ആ പൊൻതളകൾ എന്തായാലും കൃഷ്ണൻ എണീറ്റ് ആ കാലൊന്ന് കുടയുമല്ലോ. കൊടയണ സമയത്ത് കാലിലുള്ള ആ പൊഞ്ചിലങ്ക ഒന്ന് ശബ്ദിക്കുമല്ലോ. അപ്പോൾ യശോദ പറയാണ്ട് തന്നെ നമുക്കറിയാം എന്ത്? കൃഷ്ണൻ ഉണർന്നു. അങ്ങനെ ഭഗവാന്റെ ആ പൊഞ്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരുന്ന ഗോപികമാരുടെ ഭാഗ്യാതിരേകം. പിന്നെ അത്യാവശ്യം അവരൊക്കെ എടുത്തു കൊണ്ടുപോകും. യശോദേ, ഞങ്ങളൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാണേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും, തിരിച്ചിവിടെ ഏൽപ്പിക്കും. അപ്പോഴേക്ക് അടുത്ത ആൾ റെഡിയായി നിൽക്കുന്നുണ്ടാവും. പണ്ട് ഈ സൈക്കിള് വാടകയ്ക്കൊക്കെ എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ഒരു കുട്ടി സൈക്കിൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ വന്ന് വെയിറ്റ് ചെയ്യും. എന്തിന്? അയാൾ സൈക്കിൾ കൊണ്ടുവന്നാൽ അപ്പോൾ ഇയാൾ. ഇതുപോലെ ഓരോ ഗോപികമാരായിട്ട് ബുക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി യശോദ. അടുത്തത് ഞാനാണേ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പം അത്യാവശ്യം അവർ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഗോപികമാരുടെ വീടുകളിലേക്കൊക്കെ ഒരു വിസിറ്റിങ് വലിയ അഭിമാനിയാണ്. കയറി വരുമൊന്നുമില്ല, ഗേറ്റിൻ്റെ അപ്പുറത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിച്ച് നടക്കും. എന്തിനറിയോ? കണ്ണാ വരൂ എന്ന് പറയണം. എന്നാലേ നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരും, മുറ്റത്തേ നിൽക്കുള്ളൂ. കയറൂ എന്ന് പറഞ്ഞാലേ കയറൂ, ഇരിക്കൂ എന്ന് പറഞ്ഞാലേ ഇരിക്കൂ. വെണ്ണ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ പറയൂ. ഇനി അഥവാ വെണ്ണ കൊടുത്താൽ തന്നെ വെറുതെ ഒന്നും കഴിക്കില്ല, എന്തെങ്കിലും ഉപകാരം ചെയ്യും. ഈ പാത്രമൊക്കെ അടുക്കളയിൽ കൊണ്ടുവെക്കാനുള്ളതാ, ഞാൻ സഹായിക്കാം. അങ്ങനെ പാത്രം കൊണ്ടു കഴുകി വയ്ക്കുക. ചെരുപ്പ് കഴുകാനുണ്ടോ? ഞാൻ കഴുകിത്തരാം. മുറ്റത്ത് വല്ല ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് പറയും, മുറ്റം വല്ലാണ്ട് വൃത്തികേടായിട്ടുണ്ട്, ഞാൻ വൃത്തിയാക്കി തന്നാൽ എനിക്കൊരു ഉരുള വെണ്ണ തന്നാൽ മതി.
ആയിക്കോട്ടെ. അങ്ങനെ മുറ്റൊക്കെ ആ ചപ്പ് ചവറൊക്കെ എടുത്ത് പുറത്ത് ഇട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ വെണ്ണ വാങ്ങും. വെണ്ണ കൊടുത്തിട്ടില്ലെങ്കിൽ പോണ പോക്കിൽ പുറത്തുള്ള ചപ്പു ചവറൊക്കെ മുറ്റത്തിട്ടിട്ടേ പോവുകയുള്ളൂ. അങ്ങനെ അത്യാവശ്യം പിന്നെ ചില കലാപരിപാടികൾ, ചില ദിവസം മിമിക്രി, ചില ദിവസം മോണോ ആക്ട്, ചില ദിവസം വീട്ടിൽ നിന്ന് തന്നെ കാട്ടാളൻ്റെയൊക്കെ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് വരും. പിന്നെ നല്ല നല്ല നൃത്തം തുടങ്ങി അല്ലേ, നൃത്തപരിപാടി ആരംഭിച്ചു. നൃത്തമാടൂ കൃഷ്ണ എന്ന് ഗോപികമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നൃത്തം ചെയ്യും. അത് ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒന്നുമല്ല, പിന്നെയോ നാടോടി നൃത്തം. അതാണ് ഇവൻ്റെ പ്രധാന ഐറ്റം. നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ യുവജനോത്സവത്തിലൊക്കെ കാണില്ലേ, ലാലാ ലാലാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുക. അപ്പോൾ നാടോടി നൃത്തം. അങ്ങനെ ഗോപികമാർ നൃത്തം ചെയ്താൽ വെണ്ണ കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരൊക്കെ എന്നെ പറ്റിക്കുക. എന്തേ, 1 മണിക്കൂറൊക്കെ നൃത്തം ചെയ്താൽ ചെറിയ ഒരു ഉരുള വെണ്ണയെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് മാറിപ്പിടിച്ചു, ഇനി അഡ്വാൻസ് ബുക്കിങ്ങേ ഉള്ളൂ. അതായത് വെണ്ണ തരുന്നതിനനുസരിച്ചിട്ട് നൃത്തം. വലിയ വലുപ്പമുള്ള വെണ്ണ തന്നാൽ 1/2 മണിക്കൂറൊക്കെ ഡാൻസ്. വെണ്ണയുടെ വലുപ്പം കുറയുന്നതിനനുസരിച്ച് സമയം കുറയും. ചെറിയ ഉരുള വെണ്ണയെ കൊടുത്തിട്ട് വെച്ചാൽ അവരുടെ മുമ്പിൽ നിന്ന് 2 കാലും പൊക്കി ഒന്ന് തുള്ളും. എന്നിട്ട് പറയും ഇതിനൊക്കെ ഇത്രേ കിട്ടുള്ളൂ. ഇങ്ങനെ നൃത്തം തുടങ്ങി. അപ്പം എന്താ ഈ നാടോടി നൃത്തത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗോപികമാരെയൊക്കെ വിളിച്ച് അവിടെ സെൻട്രൽ ഹാളിൽ ഇരുത്തിയിട്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവും, തിരിച്ചു വരും, ബെഡ്റൂമിലേക്ക് പോവും, തിരിച്ചു വരും, പിറകിലുള്ള വരാന്തയിലേക്ക് പോവും, തിരിച്ചു വരും. ഈ നൃത്തത്തിൻ്റെ ഇടയിലാണ് ഇവരെവിടെയൊക്കെയാണ് വെണ്ണ സൂക്ഷിക്കുന്നത്, എവിടെയൊക്കെയാണ് പാല് സൂക്ഷിക്കുന്നത്, അഥവാ മുമ്പിൽ കൂടി പിടിക്കാൻ വന്നാൽ പിറകിൽ കൂടി പോകേണ്ട വാതിലെവിടെയാണ് ഒക്കെ ഇവൻ സ്കെച്ച് ഇട്ടിട്ട് പോവും അല്ലേ. ഇന്നിപ്പോൾ ഇല്ലേ ചില കള്ളന്മാരൊക്കെ പകൽ വന്ന് വല്ലതും വിൽക്കാമെന്നൊക്കെ വന്നിട്ട് പിന്നെ രാത്രി വന്ന് കട്ടുപോണ ആൾക്കാരില്ലേ, അവരുടെയൊക്കെ ഗുരുനാഥനാണ് ഇയാൾ. അപ്പം എല്ലാ തരത്തിലും അങ്ങനെ നൃത്തം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് ഗോപികമാർക്ക് സംശയം തുടങ്ങുക. വെണ്ണയുടെ പാത്രത്തിൽ നിന്ന് വെണ്ണ പുറത്ത്, പാലിൻ്റെ പാത്രത്തിൻ്റെ അടിയിലൊരു ദ്വാരം, ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർക്ക് സംശയമായി വല്ല ചാത്തൻ അല്ലേ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയം. ഇതാരോടെങ്കിലും പറയാനും മടി. അവസാനം കുളിക്കാൻ പോയ സമയത്തൊരു ഗോപിക കൂട്ടുകാരിയോട് പറഞ്ഞു, എന്താ അറിയില്ല, ഈയിടെ ആയിട്ട് പാലും വെണ്ണയൊക്കെ വളരെ കുറവാണ്. പശുവിന് സൂക്കേടൊന്നുമില്ല, പിന്നിപ്പോൾ എന്താ അറിയില്ല, പാത്രത്തിലേക്ക് എത്തുന്നുണ്ട്, അവിടുന്ന് കാണാണ്ടാവുന്നു, വല്ല ചാത്തനും ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ്. അപ്പം ഇവള് ചോദിച്ചു, നാടോടി നൃത്തമുണ്ടായോ അവിടെ? ഉണ്ടായി. എന്നാൽ സംശയമില്ല, ചാത്തവൻ അവൻ തന്നെയാണ്. ഇവൻ എവിടെയൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ 2-ാം ദിവസം മുതൽ വെണ്ണയും പാലും കാണാണ്ടാവുന്നുണ്ട്. പരസ്പരം പറയുമ്പോഴാണ് എല്ലാ ഗോപികമാർക്കും ഈ പരാതിയുണ്ട്. എങ്കിലിതങ്ങനെ വിട്ടാൽ പറ്റില്ല. എല്ലാവരും ചേർന്ന് യശോദയുടെ മുൻപിൽ വന്ന് പരാതി പറയുന്ന രംഗമാണ് പിന്നീട് അല്ലേ. തായേ യശോദാവുന്തൻ നായർ കുലത്തുതിത്ത മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടി എന്നും പറഞ്ഞ് യശോദയെ വിളിക്കും. യശോദാമേ പുറത്തേക്ക് വരൂ. വരുമ്പോഴേ നിൻ്റെ ആ കുരുത്തം കെട്ട കൃഷ്ണനെയും കൂടി കൂട്ടിക്കോളൂ അല്ലേ. കുരുത്തക്കേട് കാണിച്ചാൽ നിൻ്റെ കൃഷ്ണൻ, അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ. അതാണ് ഗോപികമാരുടെ ഒരു സ്വഭാവം. ആ കുരുത്തം കെട്ട ചെക്കനെയും കൂടെ കൂട്ടിക്കോളൂ. യശോദ കൃഷ്ണനെയും കൂട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടുന്ന് തുടങ്ങും പരാതി. വത്സാൻ മുഞ്ചൻ കൊജിത സമയേ. യശോദയെ എത്ര മണിക്കായി ഇവൻ ഇന്ന് ഉണർന്ന് എണീറ്റത്? എത്ര മണിക്കായി ഇവൻ എഴുന്നേറ്റത്? യശോദ പറഞ്ഞു, എന്താ അറിയില്ല, നല്ല ക്ഷീണുണ്ടായിരുന്നു, 8 മണിയൊക്കെ ആയി എണീക്കാൻ. ക്ഷീണുണ്ടാവുമല്ലോ. പോട്ടെ, നീ എത്ര മണിക്കാണ് എണീറ്റത്? ഞാൻ 5 മണിക്ക് എണീറ്റു. എന്നാൽ നീ അറിയുന്നില്ല, 4:30 ഇവൻ നിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. കൊജിത് അസമയേ. നിൻ്റെ മകൻ അസമയത്ത് എഴുന്നേക്കും. ഗുരുവായൂരപ്പൻ എത്ര മണിക്കാണ് എണീക്കുക? 3 മണിക്ക്. അലാറം മുട്ടിയാൽ കൂടി അറിയാത്ത സമയം. അപ്പോൾ യശോദ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കണുണ്ടാവും. യശോദ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ 3 മണിയങ്ങാവലും താമരക്കണ്ണങ്ങ് തുറക്കും. 3 മണിയാവുമ്പോൾ എന്നാ അങ്ങനെയല്ല, ഭഗവാൻ കണ്ണ് തുറക്കുമ്പോൾ 3 മണിയാവും.
ദേശകാലാവധിഭ്യാം. എപ്പോഴാണോ ഭഗവാൻ കണ്ണു തുറക്കുന്നത് അപ്പം 3 മണി. അതാണ്. പതുക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന യശോദയുടെ കയ്യ് അവിടുന്ന് മാറ്റി എഴുന്നേറ്റ് അവിടെ നിന്നു. നോക്കുമ്പോൾ അരയിൽ നിറയെ അരമണിയുണ്ട്. അനങ്ങിയ ശബ്ദിക്കും. 2 കൈകൊണ്ടും ആ അരമണി അവിടെ മുറുക്കെ പിടിച്ചു. ഒന്ന് ഇളകി നോക്കി, ശബ്ദമില്ല. ഇനി കുഴപ്പം കാലിലുള്ള ചിലങ്കയാണ്. പതുക്കെ പതുക്കെ വച്ച് അപ്പുറത്തേക്ക് ഇറങ്ങി വാതിൽ അതുപോലെ അവിടെ ചാരി. തൊട്ടപ്പുറത്താണ് രോഹിണിയുടെ മുറി. അവിടെയാണ് അസിസ്റ്റൻ്റ് ഉള്ളത്. ആര്? ബലരാമൻ. രോഹിണിയുടെ മുറിയുടെ പുറത്തെത്തി പതുക്കെ സിഗ്നൽ കൊടുത്തു. നോക്കുമ്പോൾ ഇവിടെ ഒരാൾ 2 മണിക്കേ കണ്ണും തുറന്ന് കിടക്കുക. ഇതെന്താ വരാത്തത്? ഇവൻ എന്താ വിളിക്കാത്തത്? ബലരാമനും അങ്ങ് വന്നാൽ ഏട്ടൻ്റെ കയ്യും പിടിച്ച് 2 ആളും കൂടിയിട്ട് ഇറങ്ങും. എങ്ങോട്ടാണ് ഇറങ്ങണതെന്നറിയോ? ഞങ്ങളുടെ പശുത്തൊഴുത്തിലേക്കാണ്. ഞങ്ങളുടെ പശുത്തൊഴുത്തിലേക്ക് വന്ന്, നേരത്തെ പറഞ്ഞുവല്ലോ നല്ല വലുപ്പുള്ള പശുക്കളാണ്. അപ്പോൾ ഇതിനെ ഉരുട്ടി എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ ഈ 3 മണിക്ക് വന്ന് ഉരുട്ടിയ പശുവൊന്നും എണീക്കില്ല. നമ്മൾ തന്നെ എണീക്കണില്ല. അപ്പോൾ അവസാനം ഒരു സൂത്രമുണ്ട്. കുട്ടികൾ പോയി തട്ടിക്കഴിഞ്ഞാൽ പശുക്കൾ എണീക്കും. പശുക്കുട്ടി അങ്ങ് അഴിച്ചുവിടും. പശുക്കുട്ടി വന്ന് തൻ്റെ കുട്ടി വന്നങ്ങനെ തട്ടാൻ തുടങ്ങിയാൽ അമ്മ അവിടെ എഴുന്നേക്കും. അപ്പോൾ പശുക്കുട്ടിയോട് പാല് കുടിച്ചോളൂ എന്ന് പറയും. പശുക്കുട്ടിക്കുണ്ടൊരു സന്തോഷം. എന്തൊരു കാരുണ്യമായി കൃഷ്ണനും രാമനും. എന്താ ഈ വീട്ടുകാർക്ക് എന്നോട് ഇത്ര സ്നേഹമില്ല, 3 മണിക്ക് വന്ന് എന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടല്ലോ എന്നും വിചാരിച്ച് അത് പോയി അകിട്ടിലങ്ങനെ മുട്ടി കുടിക്കണ സമയത്ത് കൃഷ്ണനും രാമനും നോക്കി നിൽക്കും. എന്തിനാ നോക്കി നിൽക്കണത് വെച്ചാൽ, പശു പാല് ചുരത്താൻ തുടങ്ങിയാൽ ഈ പശുക്കുട്ടിയുടെ വായിൽ കൂടിയിട്ടൊക്കെ ഈ പാലിൻ്റെ നൊരയും പതൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് പശു അങ്ങ് പാല് ചുരത്തി പശുക്കുട്ടിയുടെ വായിൽ കൂടി ആ പാലിൻ്റെ നൊരയും പതയൊക്കെ തുടങ്ങിയാൽ പതുക്കെ പറയും, ഏട്ടാ തുടങ്ങാം. പിന്നെ പയ്യേ പൈക്കുട്ടി തന്നെ പരിചനോട് പിടിച്ചുന്തി നീക്കിയിട്ടു തള്ളപ്പൈതൻ പിൻകൂടണഞ്ഞിട്ട കിടവിടെ താൻ പതുക്കെ തലോടി തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി ചുരത്തും നറുമ്പാലയ്യാ മുട്ടിക്കുടിക്കും പശുപശിശുപതം കേവലം മേവലംബം. ഒരു ഭാഗത്ത് പശുക്കുട്ടി നിൽക്കണതുപോലെ ആ കയ്യും മുട്ടുമൊക്കെ കുത്തി നിന്ന് കുടിക്കും കൃഷ്ണൻ. മറ്റേ ഭാഗത്ത് ബലരാമൻ, നടുവിൽ പശുക്കുട്ടിയും. ബലരാമൻ ഇങ്ങോട്ടേക്ക് തള്ളും, പശുക്കുട്ടി ഇവിടുന്ന് കൃഷ്ണൻ അങ്ങോട്ട് തള്ളും. നടുവിൽ പശുക്കുട്ടി ഇത് എൻ്റെ അമ്മയിലെ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഇവൻ അകിട്ടുന്ന് തന്നെ ഇവൻ പാല് വലിച്ചു കുടിക്കുന്നു. ഇനി പോട്ടെ, പശുക്കുട്ടി അവിടെ തന്നെ കെട്ടിയാൽ തിരക്കേടില്ല. ഇവളുടെ വീട്ടിലെ പശുക്കുട്ടിയെ ഇവളുടെ വീട്ടിൽ കെട്ടിയിട്ട് ഇവളുടെ വീട്ടിലെ പശുക്കുട്ടിയെ അവളുടെ വീട്ടിൽ കെട്ടിയിട്ട് അവളുടെ വീട്ടിലെ പശുക്കുട്ടി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ ഇവൻ പലതരത്തിലും പശുവിൻ്റെ അകിട്ടുന്ന് പാല് കുടിക്കുന്നു. ഇനി പശുവിൻ്റെ അകിട്ടുന്ന് കുടിക്കുന്നത് പോട്ടെ, ഞങ്ങൾ പാത്രത്തിലാക്കി വെച്ചാൽ അതും ഇവൻ കഴിക്കുന്നുണ്ട്. ഇനി അഥവാ വെണ്ണയോ പാലോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക അല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച യശോദയോട് പറഞ്ഞിട്ടില്ലേ, കുട്ടിയുടെ തൊടയിൽ എന്തോ ഒരു ചുവന്ന പാട്, എന്തോ ഒരു ജീവി കടിച്ചതുപോലെ. അമ്പാടിയിൽ ഈയിടെയായിട്ട് എല്ലാ കുട്ടികളുടെയും തൊടയിലുണ്ട് ഏതോ ഒരു അജ്ഞാത ജീവി കുട്ടികളെ ആക്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ മനസ്സിലായി, അജ്ഞാത ജീവി നിൻ്റെ മോന. അതെ, പാലോ വെണ്ണയോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദേഷ്യം മുഴുവൻ ഇവൻ തീർക്കുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ ദേഹത്താണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ തൊടയിൽ നുള്ളി ഇവൻ ഓടും. ഇനി വെണ്ണയോ പാലോ, ഇവൻ കുട്ടിയല്ലേ, കുറച്ച് കഴിച്ചോട്ടെ, കുഴപ്പമില്ല, ഇവൻ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ മർക്കാൻ ഭോക്ഷ്യൻ, അല്ലെങ്കിലേ ഈ അമ്പാടിയിൽ കുരങ്ങന്മാരുടെ ശല്യം നല്ലോണമുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല പ്രസാദ വിതരണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പുറത്തെ നാട്ടിലുള്ള കുരങ്ങന്മാരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നായകൾക്ക്, കുരങ്ങന്മാർക്ക്, പൂച്ചകൾക്കൊക്കെ ഇവൻ വെണ്ണയും പാലും കൊടുക്കും. കണ്ടിട്ടില്ലല്ലോ യശോദ? രാവിലെ കാണണം. വെണ്ണയുടെ കുടവും കൊണ്ട് മുമ്പിൽ ഇവൻ, അതിൻ്റെ പിറകിൽ ബലരാമൻ, അതിൻ്റെ പിറകിൽ കുരങ്ങന്മാർ വരിയായി പോണത് കണ്ടാൽ പണ്ടൊരു വിദ്വാൻ ലങ്കയിലേക്ക് പോയിട്ടില്ലേ വാനര സൈന്യവും കൊണ്ട്, അതുപോലെ ഒരു പോക്ക് പോലെ തോന്നും നമുക്ക്. ഇങ്ങനെ മർക്കാൻ ഭോക്ഷ്യൻ, ഇവർക്കൊക്കെ കൊടുക്കണമെന്ന് മാത്രമല്ല, ഇനി പോട്ടെ യശോദേ, അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടേ, കൊടുത്തോട്ടെ. ആ പാത്രം ഞങ്ങൾക്ക് തിരിച്ചു തന്നൂടെ. നാത്തി ഭാണ്ഡം ഭിനത്തി,
ആ കുടം പൊട്ടിച്ചിട്ടേ ഞങ്ങൾക്ക് തരുള്ളൂ. ഇതാ ഇന്നലെ പൊട്ടിച്ച 16 കുടങ്ങളുടെ കഷ്ണമാണ്, തെളിവിന് കൊണ്ടുവന്നതാ നിനക്ക്. യശോദ പറഞ്ഞു, കുട്ടികൾക്കെടുക്കാൻ പാകത്തിന് കുടം വെച്ചിട്ട് കുട്ടികളെടുത്തു എന്ന് കംപ്ലൈൻറ്റ് പറയരുത്. നിങ്ങൾക്ക് കുറച്ച് ഉയരത്തിൽ വെച്ചൂടെ? യശോദ എത്ര ഉയരത്തിൽ വയ്ക്കും? എത്ര ഉയരത്തിൽ വെച്ചാലും ഇവൻ ഹസ്താഗ്രാഹേരചയതി വിധിം പീഡകോലൂഖലാദ്യേർ, വലിയ ഒരലോ ഒക്കെ എങ്ങനെയെങ്കിലും തള്ളിപ്പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കയറി എത്തുമോ നോക്കും. എന്നിട്ടെത്തണില്ലെങ്കിൽ ഞങ്ങൾ സൂത്രക്കാരാ, 5-6 കുടങ്ങളൊക്കെ ഒരു ഉറിയിൽ വയ്ക്കും. എന്നിട്ടോ അടിയിലുള്ള പാത്രത്തിൽ പച്ചവെള്ളം വയ്ക്കും ഇവനെ പറ്റിക്കാൻ. അതിൻ്റെ മുകളിലുള്ള പാത്രത്തിൽ വെണ്ണ, അതിൻ്റെ മുകളിലെ പാത്രത്തിൽ പച്ചവെള്ളം. എന്നാൽ താഴത്തുനിന്ന് ഇവനിങ്ങനെ നോക്കിയിട്ട് പറയും അടിയിലുള്ളത് പച്ചവെള്ളം, അതിൻ്റെ മുകളിലുള്ളത് വെണ്ണയാ. ഇവൻ എങ്ങനെയാ ഇത് മനസ്സിലാക്കണതെന്നറിയില്ല. നിൻ്റെ മകന് ചില മായാജാലമൊക്കെ ഉണ്ട്. ഏതായാലും എത്ര ഉയരത്തിലുണ്ടെങ്കിലും ഇവൻ കുട്ടികളെ സംഘടിപ്പിക്കും. 2 കുട്ടികളെ നിർത്തി അവരുടെ മുതുകിൽ കയറി എന്നിട്ട് എത്തുമോ നോക്കും. എത്തുന്നില്ലെങ്കിൽ 4 കുട്ടികളെ വിളിക്കും. അതിൻ്റെ മുകളിൽ 2, അതിൻ്റെ മുകളിൽ ഇവൻ കയറും. എന്നിട്ട് എത്തണ്ടില്ലെങ്കിൽ 8 കുട്ടികളെ വിളിക്കും. അങ്ങനെ എത്ര ഉയരമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം കുട്ടികളെ വിളിക്കും. അതെന്താ ഈ മാത്രം? അല്ലെങ്കിൽ ഷെയർ കുറയും അല്ലേ? കുറേ ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോയി കുറച്ചേ വെണ്ണ കിട്ടിയിട്ടുള്ളൂ വെച്ചാൽ കിട്ടുന്നത് കുറയല്ലോ. അങ്ങനെ എത്ര ഉയരത്തിലുണ്ടെങ്കിലും ഇന്നലെ എൻ്റെ വീട്ടിൽ ഈ പരിപാടി നടന്നു. എപ്പോൾ? ഞാൻ കുളിക്കാൻ പോയ കൃത്യസമയത്ത്. അപ്പോൾ യശോദ ചോദിച്ചു, നീ കുളിക്കാൻ പോകുമ്പോൾ ഇവനോട് പറഞ്ഞിട്ടാണോ പോണത്? അല്ല, പിന്നെ എങ്ങനെയാണ് നീ കുളിക്കാൻ പോയാൽ ഇവൻ അറിയണത്? അതിനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. ഞങ്ങൾ എത്ര മണിക്കാണ് കുളിക്കാൻ പോണത്, ഞങ്ങൾ എത്ര മണിക്കാണ് വെണ്ണ ഉരുക്കുന്നത്, ഞങ്ങൾ എത്ര മണിക്കാണ് തൈര് കടയുന്നത്, ഞങ്ങളുടെ വീട്ടിലെ സകല രഹസ്യങ്ങളും ഇവൻ എത്തിച്ചു കൊടുക്കാൻ ചില ചാരന്മാരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാ ചാരന്മാർ? ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. നിൻ്റെ മോൻ്റെ ഒപ്പം പഠിച്ചിട്ട് ഈ പസ്സലായിട്ട് അവരും കളവ് പറയുന്നുണ്ട്. എൻ്റെ സങ്കടം അതൊന്നുമല്ല യശോദേ. ഇന്നലെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്താ സങ്കടം എന്നറിയോ? എൻ്റെ വീട്ടിൽ ഇവൻ കക്കാൻ കയറുമ്പോൾ കാവൽ നിർത്തിയത് എൻ്റെ മകനെ. ഈ വിഡ്ഢി സ്വന്തം വീട്ടിൽ കക്കാൻ കള്ളന് കാവൽ നിൽക്കുക. ഇങ്ങനെ ഞാൻ കുളിച്ചിങ്ങ് കയറുമ്പോഴേക്കും കണ്ട കാഴ്ച എന്താ വെച്ചാൽ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളാണ്. ആരടാ അതെന്ന് ചോദിക്കേണ്ട താമസം എല്ലാത്തിൻ്റെയും ബാലൻസ് പോയി, സകലതും താഴേക്ക് വീണു. ഒരെണ്ണത്തിനെങ്കിലും കയ്യിൽ കിട്ടുന്ന വിചാരിച്ചത്, ഒന്നിനും കിട്ടിയില്ല. ഓടുന്ന കൂട്ടത്തിൽ കൃഷ്ണനുണ്ടോ നോക്കി, ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുമോ? അതൊക്കെ മനസ്സിലാവും. നിൻ്റെ മോനെ രാത്രി കാണാനേ ബുദ്ധിമുട്ടുള്ളൂ, പകല് വലിയ വിഷമില്ല അല്ലേ? വെളുത്ത മുണ്ടിൽ ഒരു കറുത്ത കറയുണ്ടെങ്കിൽ കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓടുന്ന കൂട്ടത്തിൽ കൃഷ്ണനില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി. ഞാൻ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കി, ബെഞ്ചിൻ്റെ അടിയിലും പാത്രത്തിൻ്റെ ഉള്ളിലും അവിടെ കുട്ടകത്തിൻ്റെ ഉള്ളിലൊക്കെ തപ്പി നോക്കി. കൃഷ്ണനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് താഴെ തിരഞ്ഞു നോക്കുമ്പോഴാണ് പാല് നീളത്തിൽ അങ്ങോട്ടും അറിയണുണ്ട്, പാല് നീളത്തിൽ ഇങ്ങോട്ടും അറിയണുണ്ട്. ഇത് എവിടെ നിന്ന് ഇങ്ങനെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി മുകളിൽ നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് യശോദ. കുട്ടികളെല്ലാം ഇറങ്ങിപ്പോണ സമയത്ത് ഇതിനെ മറന്നുപോയി. ആ കയറിൻ്റെ മുകളിൽ നിന്ന് പിടിവിട്ട് ചാടാൻ ധൈര്യവും ഇല്ല. ഈ ഉറിയുടെ കയറിൻ്റെ മുകളിൽ നീളത്തിൽ അങ്ങോട്ട് ആടണുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ആടണുണ്ട്. ഇനി ഞാൻ കാണാണ്ടിരിക്കാനാണോ എന്നറിയില്ല, കണ്ണ് മുറുക്കി അടച്ചിട്ട പിടിച്ചു. ഇന്ന് ഞാൻ നിന്നെ യശോദയുടെ മുമ്പിൽ ഹാജരാക്കും. ഇന്ന് ഞാൻ നിന്നെ യശോദയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. എൻ്റെ വെണ്ണ കട്ട കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണുരുട്ടിയൊന്ന് പേടിപ്പിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇവൻ വായയിൽ വെണ്ണ നിറച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന വരവിൽ എന്ത് ചെയ്തു വെച്ചാൽ വായയിലുള്ള വെണ്ണ ഭൂത്കാരാൻ എൻ്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പി. ആ വെണ്ണ വന്ന് എൻ്റെ മുഖത്ത് വീണതും കണ്ണൊക്കെ നിറഞ്ഞു വെണ്ണ കൊണ്ട്. ഞാൻ പതുക്കെ ആ വെണ്ണയൊക്കെ തുടച്ചു മാറ്റുന്ന സമയത്ത് എന്തോ ഒരു സാധനം മുതുകിൽ ചവിട്ടണത് പോലെ തോന്നി. വെണ്ണ മാറ്റി ഞാൻ നോക്കുമ്പോൾ കയറ് മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പട്ടുകോണകത്തിൻ്റെ വാല് വലിച്ച് റെഡിയാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. എന്നാൽ നിൻ്റെ മോൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഗേറ്റ് അവിടെ തുറന്നിട്ടിട്ടുണ്ട്, അതിൽ കൂടി പോയിക്കൂടെ? ഇപ്പുറത്ത് വന്ന് മതിൽ ചാടിയിട്ടേ പോവുള്ളൂ. ഗേറ്റ് ഉണ്ടായാലും മതിൽ ചാടിയിട്ടേ പോവുള്ളൂ. ഇങ്ങനൊരു സ്വഭാവം ഇവന് പിടിച്ചിട്ടുണ്ടെങ്കിൽ
പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തൊട്ടപ്പുറത്തിരിക്കേണ്ട ഗോപി പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തേ? വചനേ തസ്കര ചാതുരീധുരീണം മുഴുകള്ളൻ്റെ മിടുക്കി എന്ന വാക്കും. യശോദേ, ഇവൻ കളവ് പറയണത് കേട്ടിട്ടുണ്ടോ? നമുക്കൊക്കെ ഇപ്പോൾ കളവ് പറയണമെങ്കിൽ ഒന്ന് ആലോചിക്കണം. അല്ല, നമ്മളൊക്കെ ചിലപ്പോൾ കളവ് പറയുമ്പോൾ കളവാ പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ഇവൻ എത്ര വലിയ കളവ് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്ക് സത്യമല്ലേ എന്നൊരു നിമിഷം തോന്നും. അങ്ങനെയുള്ള കളവ് ഇവൻ പറയും. ഇരുട്ട് മുറിയിൽ ഒരു വെണ്ണയുടെ മൺകലം 4-5 എണ്ണം മുകളിൽ വെച്ച് ഞാൻ പോയതാ. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഈ മുറിയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം, ഈ മണ്ണിൻ്റെ കളിങ്ങനെ നിലത്തുകൂടി ഒരയുന്ന ഒരു ശബ്ദം. എന്താ ശബ്ദം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആ മുറിയുടെ ഉള്ളിൽ നിന്ന് ഒരു പൂച്ച പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ വെറുതെ പറഞ്ഞതാ, പൂച്ചയായിരിക്കും എന്ന് ഞാൻ പറയേണ്ട താമസം മുറിയുടെ ഉള്ളിൽ നിന്ന് മ്യാവൂ എന്നൊരു ശബ്ദം. അപ്പം എനിക്ക് സംശയമായി, പൂച്ച ഇവിടെയും സൗണ്ട് എവിടെയും അങ്ങനെ ഉണ്ടാവുമോ? പതുക്കെ ഞാൻ ആ മുറിയിൽ കയറി ഒന്ന് നോക്കി. കൂരിരുട്ട. യശോദേ, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇവന് കൺമഷി എഴുതിക്കുന്നത്? ഇല്ലെങ്കിലേ ഇത് കറുത്തിട്ട് അതിൻ്റെ മുകളിൽ നിൻ്റെ കൺമഷിയും കൂടെ വന്നാൽ ഇതിനെ ഇരുട്ടത്ത് കണ്ടാൽ മനസ്സിലാവണ്ടേ? ഞാൻ ആ കൂരിരുട്ടിൽ ഇങ്ങനെ, നമ്മൾ ഇരുട്ടിലാണെങ്കിലും കുറേ നോക്കിയാൽ കുറച്ച് അവ്യക്തമായിട്ട് കാണുമല്ലോ. ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഈ ഒരു 4-5 മൺകുടം എങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അതിനടുത്തേക്ക് പോകേണ്ടതിനനുസരിച്ചിട്ട് ഈ 5 കുടവും ഒപ്പം നീങ്ങണുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ അതിങ്ങനെ നീങ്ങണുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് നീങ്ങണുണ്ട്. ആദ്യം ഞാൻ പേടിച്ചു, ഇത് ചാത്തൻ തന്നെയാണ്. പിന്നെ നോക്കിയപ്പോഴാണ് ഈ മൺകുടം നീങ്ങണുണ്ട്, കുടത്തിൻ്റെ പിറകിൽ ഒരു മയിൽപ്പീലി ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി ചാത്തനിൻ്റെ പിറകിലുണ്ട്. കസ്ത്വം ബാല. ഏത് കുട്ടിയാത്? നോക്കുമ്പോൾ പിറകുന്ന ബലാനുജ, ബലരാമൻ്റെ അനിയനാ. ബലരാമൻ്റെ അനിയൻ അല്ല, നീ ആദ്യം പുറത്തേക്ക് വാ, എന്നിട്ട് ബാക്കി പറയാം. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാണേണ്ട കാഴ്ചയാ യശോദേ. ഇതിൽ കൂടിയിട്ടൊക്കെ വെണ്ണ എങ്ങനെ ഒഴുകണുണ്ട്. വലിയൊരു വെണ്ണയുടെ കുടം വയറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കുടം ഉണ്ടോയെന്ന് തോന്നും. ആ കുടത്തിലേക്ക് കൈ മുക്കി വെച്ചിട്ടുണ്ട്. കിമിഹതേ, എന്തിനാ ഇവിടെ വന്നത്? ആലോചനയൊന്നുമില്ല, അപ്പോഴേക്ക് ഉത്തരം, മന്മന്ദിരാശങ്ക, എൻ്റെ വീടാണ് എന്ന് വിചാരിച്ചു. അത് സമ്മതിക്കാം. പക്ഷേ വെണ്ണയുടെ കുടത്തിൽ കണ്ണാ നീ എന്തിനാ കൈയിട്ടത്? അപ്പോഴേക്കും അതിന് ഉത്തരമുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച ഒരു വെളുത്ത പൂവാലി പശു, അതിൻ്റെ ആ വെളു എന്നുള്ള ആ കുട്ടിയെ കണ്ടിട്ടില്ലേ നീ? ആ വെളുത്ത പശുക്കുട്ടി ഇന്ന് രാവിലെ കാണാണ്ടായി. എന്നിട്ട് ഞാനും ബലരാമേട്ടനും കൂടി അന്വേഷിച്ചു കൊണ്ടുവരിക. എന്നിട്ടെന്താ, നടന്ന് നിന്നോട് കഥാപ്രസംഗം പറയാനല്ല, എന്തിനാ വെണ്ണയുടെ കുടത്തിൽ, അതല്ലേ പറഞ്ഞു വരണത്. ഞാൻ ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. അങ്ങനെ വരുമ്പോഴാണ് നിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടിട്ട് കണ്ടത്. വാതിൽ എന്തിനാ ശരിക്കും? അടച്ചിടാൻ വേണ്ടിയിട്ടാണ്. തുറന്നിട്ടിട്ട് കണ്ടപ്പോൾ ഒരു സംശയം, പശുക്കുട്ടിയാണോ എന്ന്. ഞാൻ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. ആ പടിയുടെ മുകളിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ കുടത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വെളുത്ത നിറം. പശുക്കുട്ടിയാണോ എന്ന് സംശയം. കുടത്തിൽ കൈ ഇട്ടപ്പോൾ മനസ്സിലായി വെണ്ണയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ഈച്ച വന്നു. ആ ഈച്ചയെ കളയാൻ ഇവിടെ കൈ വച്ചപ്പോൾ കുറച്ച് വെണ്ണയില്ലേ, അല്ലാണ്ട് ഞാൻ വെണ്ണ തിന്നിട്ടേയില്ല. ഇത് കേട്ടപ്പോൾ ആ ഗോപിക ചോദിച്ചു, കണ്ണാ, ഈ കളവ് പറയുമ്പോഴേ കുറച്ച് വിശ്വാസമുള്ള കളവ് പറയണം. കുടത്തിൻ്റെ ഉള്ളിൽ പശുക്കുട്ടി പോവുമോ? അപ്പോഴാണ് ഇവൻ പറയുന്നത്, കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണവന്മാരോ? എന്ത്? കുന്തം പോയാൽ കുടത്തിലും തപ്പണം. കുന്തം കൊടുത്തു പോകുമെന്നൊന്നും ചോദ്യമില്ല. എനിക്ക് നിൻ്റെ വണ്ണയൊന്നും വേണ്ടാന്നും പറഞ്ഞ് കുടം അവിടെ ഇട്ടിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഇവ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി സത്യമല്ലേ ഇവൻ പറയണതെന്ന്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പറ്റിച്ചു എന്ന്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള കളവുകൾ പറഞ്ഞ് ഇവൻ ഞങ്ങളെയൊക്കെ പറ്റിക്കണുണ്ട് എന്നൊക്കെ യശോദയുടെ മുമ്പിൽ വന്ന് ഗോപികമാർ മാറി മാറി പരാതി പറയുമ്പോൾ യശോദ പറയും, നിങ്ങൾ എത്ര കുടം പൊട്ടിയിട്ടുണ്ടെങ്കിലും അതിന് പകരം കുടം ഞാൻ തന്നാൽ പോരെ? എത്ര വെണ്ണയോ പാലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് പകരം സമ്പത്ത് ഞാൻ തന്നാൽ പോരെ? എന്തിനാ ഞങ്ങൾ കണ്ണനെ ഇങ്ങനെ കള്ളെന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഇതാ സുഖം. എന്ത്? എൻ്റെ മോനെ കള്ളെന്ന് വിളിക്കലോ?
ആ, ഞങ്ങളിപ്പോൾ ഇത്ര സമയം ആരെങ്കിലും കരഞ്ഞോണ്ടാണോ ഇത് പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ വന്നു, ഞങ്ങളുടെ വീട്ടിലെ വെണ്ണ പൊട്ടിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ? 10 ഗോപികമാർ പരസ്പരം കൃഷ്ണൻ്റെ ലീലകളിങ്ങനെ പറഞ്ഞു. ഇന്നലെ ഒരു രസമുണ്ടായി എൻ്റെ വീട്ടിൽ. എന്ത്? ശിവരാത്രിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകത്തിൻ്റെ ഉരുള പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് മുത്തശ്ശന് കഴിക്കാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി. എന്നിട്ടോ ഇവൻ നെയ്യപ്പൊക്കെ കഴിച്ച് ഈ ചാണകത്തിൻ്റെ ഉരുള അതിൽ വെച്ച് അതുപോലെ ഇല എടുത്ത് കെട്ടി വെച്ചിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ വേറൊരു ഗോപിക പറഞ്ഞു, നിനക്കത്രയല്ലേ പറ്റിയിട്ടുള്ളൂ, എൻ്റെ അടുത്ത് ഇതിനേക്കാൾ വലിയ അബദ്ധം പറ്റി. എന്തേ? തിളപ്പിച്ച് വെച്ച പാല് അത് മുഴുവൻ കുടിച്ച് മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഗോപികമാരും അവരവരുടെ വീടുകളിലെ ബാലലീല കഥ പറയുമ്പോൾ ഒരു ഗോപികയ്ക്ക് സങ്കടം എന്താ അറിയോ? എൻ്റെ വീട്ടിൽ കൃഷ്ണൻ വന്നില്ലല്ലോ എന്നുള്ളതാണ്, എൻ്റെ വീട്ടിലൊരു കുട ഉടച്ചില്ലല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ എനിക്ക് പറയാനൊരു ബാലലീല ഇല്ലല്ലോ എന്ന് ആ ഗോപിക സങ്കടപ്പെടുമ്പോഴാവും അവളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഠേന്നൊരു ശബ്ദം കേൾക്കുക. അത് കേട്ടാൽ എന്തൊരു സന്തോഷം അറിയോ? അവൾ പറയും, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം, അടുത്ത ബാലലീല പ്രഭാഷണം എൻ്റെതാ. ഇങ്ങനെ പരസ്പരം ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് കൃഷ്ണൻ്റെ കഥകൾ പാടുന്നത്. യശോദ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷേ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ എൻ്റെ മുമ്പിൽ വന്ന് പറയുന്നത്? അതോ ഇത്തം സ്ത്രീഭി സഭയനയന ശ്രീമുഖാലോകിനീഭി. നിൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ യശോദയെ നീ അറിയുന്നില്ല, കൃഷ്ണൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞങ്ങൾ പരാതി പറയുമ്പോൾ നിൻ്റെ സാരിത്തുമ്പിൻ്റെ പിറകിൽ നിന്ന് 2 ഉണ്ടക്കണ്ണുകൾ ഞങ്ങളെ നോക്കി ചില ഗോഷ്ഠി കാണിക്കുന്നുണ്ട്. കൃഷ്ണൻ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ യശോദയുടെ പിറകുന്ന ആ ഗോപികയെ നോക്കിയിട്ട് നീ പറഞ്ഞു കൊടുക്കുമല്ലേ, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം എന്നുള്ള ഭാവത്തിൽ മുഖം കൊണ്ട് പല ഗോഷ്ഠിയും കാണിക്കും. അതേസമയം യശോദ നീ അങ്ങനെ ചെയ്തോ കണ്ണ എന്ന് ചോദിക്കുമ്പോഴേക്കും നയനേ കുഹനാശ്രും, കണ്ണ് നിറഞ്ഞ് വെള്ളങ്ങ് വരും, ഞാൻ അങ്ങനെ ചെയ്തിട്ടേയില്ല, ഇവൾ അസൂയ കൊണ്ട് അവളുടെ മകനേക്കാൾ കുറച്ച് നിറം എനിക്കുണ്ട്, അതിൻ്റെ അസൂയ കൊണ്ട് പറയുന്നതാണ്, അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടേയില്ല എന്ന് ഭഗവാൻ അങ്ങ് കളവ് പറയും. കൃഷ്ണൻ അങ്ങ് കരയാൻ തുടങ്ങിയാൽ യശോദയ്ക്ക് സങ്കടമാവും. യശോദ പറയും, എന്തിനാ എൻ്റെ കുട്ടിയെ നിങ്ങളെല്ലാവരും കൂടി കള്ളെന്ന് പറയണതെന്ന് പറഞ്ഞ് യശോദ കരയും. യശോദ കരയാൻ തുടങ്ങിയ ഗോപികമാർക്ക് സങ്കടമാവും. അയ്യോ യശോദ, നീ കരയാൻ വേണ്ടിയിട്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്നും പറഞ്ഞ് ഗോപികമാർ കരയും. ഇങ്ങനെ പരാതി പറയാൻ വന്ന ഗോപികമാരും യശോദയും എല്ലാവരും കൂടി അങ്ങ് കരയുമ്പോൾ കൃഷ്ണനും കരയും. ഇവിടെ വില്ലുമംഗലം പറയുന്നുണ്ട്, ഭഗവാനെ അവിടെ എല്ലാവരും കരഞ്ഞു, പക്ഷേ അങ്ങ് മാത്രം കള്ളക്കരച്ചിലാ കരഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല സത്യമായിട്ടും ഞാൻ കരഞ്ഞു, കരയൊക്കെ ചെയ്തു, പക്ഷെ കള്ളക്കരച്ചില്ല. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കാല് ശ്രദ്ധിച്ചു. എന്തേ? ചരണേ കോമള താണ്ഡവം നിനാദം. കരയുന്ന ആരെങ്കിലും താളം പിടിക്കുമോ? ഈ കണ്ണിങ്ങനെ കുത്തി കുത്തി കരയണ സമയത്ത് കാലുകൊണ്ട് താളം പിടിക്കണുണ്ടത്രേ. എന്താ താളം പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അമ്മയും കരയാൻ തുടങ്ങി, ഗോപികമാരും കരയാൻ തുടങ്ങി, സകലരും എൻ്റെ മായയിൽ വീഴുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ. ഏതായാലും ഇത്രയൊക്കെ ഗോപികമാർക്ക് ആനന്ദം കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി യശോദ എന്ന ആ ഭാഗ്യവതിയെയും ഭഗവാൻ അനുഗ്രഹിച്ചു. യശോദ നല്ല വെണ്ണയൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ച് അവിടെ ഇരുത്തി. അപ്പോഴാണ് കണ്ടത് പുതിയ വെണ്ണ അല്ലേ, നറുവെണ്ണ, നല്ല പുതിയ ഇന്നത്തെ വെണ്ണ യശോദ സ്റ്റോക്ക് ചെയ്യുക നാളത്തേക്ക്. അത് കണ്ടപ്പോൾ ഒരു മോഹം, ഇത്ര നല്ല വെണ്ണ ഉണ്ടായിട്ടാണോ എനിക്ക് പഴകിയ വെണ്ണയാണോ അമ്മ തന്നത്? ഇനിയിപ്പോൾ ഈ വെണ്ണ ചോദിച്ചാൽ കിട്ടില്ല. എന്താ വഴി? പതുക്കെ ഓടക്കുഴലെടുത്ത് വിളിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ഫൂ 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 എന്ന് കാറ്റല്ലാണ്ട് ശബ്ദമൊന്നും വരുന്നില്ല. യശോദ നോക്കുമ്പോൾ അത് തട്ടി നോക്കുന്നുണ്ട്, ഓട്ടക്കണ്ണിട്ട് അതിൽ കൂടി നോക്കുന്നുണ്ട്, ഊതി നോക്കുന്നുണ്ട്. യശോദ ചോദിച്ചു, എന്തു പറ്റി കണ്ണ? ഓടക്കുഴലിൻ്റെ ശബ്ദം പോയി. ഓടക്കുഴലിന് ശബ്ദമില്ല. അമ്മേയൻ മുരളി അതിനു നല്ല ഒച്ചയില്ല. ഓടക്കുഴൽ കേടായി എന്ന് തോന്നുന്നുണ്ട് അമ്മേ. അപ്പോൾ യശോദ പറഞ്ഞു, എന്നാൽ വേറൊരു ഓടക്കോളിൽ പുതിയത്. എന്തിനാ അച്ഛൻ്റെ പൈസ കളയുന്നത്? ഈ ഓടക്കോളിലൊന്ന് നേരെയാക്കിയാൽ മതി. ഓടക്കോളിൽ നന്നാക്കാനൊക്കെ കണ്ണൻ പഠിച്ചിട്ടുണ്ട്.
എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതാ. അവൻ്റെ ഓടക്കുഴലിൻ്റെ ശബ്ദം പോയപ്പോൾ ഇപ്പം നല്ല ശബ്ദമാണ്. അവൻ എന്താ ചെയ്തതെന്നറിയോ? ഓടക്കുഴലിന് ശബ്ദം വരാനൊരു സൂത്രമുണ്ട്. എന്താ സൂത്രം? തൽ സുഷിര നിരകളിൽ വെണ്ണ പൂശേണമിപ്പോൾ. ഓടക്കുഴലിൻ്റെ ദ്വാരം മുഴുവൻ വെണ്ണ, അത് പഴയ നേരത്തെ തന്ന പോലെയുള്ള വെണ്ണയല്ല, ഇപ്പം അമ്മയുടെ കയ്യിലില്ലേ അതുപോലെയുള്ള വെണ്ണ ഈ ഓടക്കുഴലിൻ്റെ ദ്വാരം മുഴുവൻ നിറച്ച് ഓടക്കുഴൽ കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കുക. എന്നിട്ട് ഈ വെയിലത്ത് ഓടക്കുഴലിൻ്റെ ഈ വെണ്ണയൊക്കെ ഉരുകിപ്പോവുമല്ലോ, നല്ല നാദം ഓടക്കുഴലിന് കിട്ടും. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാ, കുറച്ച് വെണ്ണ തരുമോ ചോദിച്ചാൽ വേഗം യശോദ ആ വെണ്ണ കൊടുക്കും. ഒരു കയ്യിൽ വെണ്ണയെടുത്ത് ഓടക്കുഴലെടുത്ത് എണീറ്റങ്ങ് ഓടുമ്പോൾ യശോദ പറയും, കണ്ണാ നീ അധികം വെയിലത്ത് നിൽക്കണ്ടാട്ടോ, എന്തേ കറുത്തു പോവും. വേഗം ആ വാതിലിൻ്റെ പിറകിൽ നിന്ന്, ഏതെങ്കിലും വാതിലിൻ്റെ പിറകിൽ പോയി നിന്ന് ആ വെണ്ണ ഭംഗിയായിട്ട് കഴിക്കും. യശോദ ചോദിക്കും, വെണ്ണ ഉരുകി പോകണുണ്ടോ? ഉരുകാണ്ട് തന്നെ പോകണുണ്ടോ എന്നും പറഞ്ഞ് അത് കഴിച്ച് ഭംഗിയായി ഓടക്കുഴൽ വിളിക്കുന്നതായ കൃഷ്ണൻ. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഓരോന്നായിട്ടുണ്ടാക്കും. മാതാ കിം യദുനാഥ കിം യദുനാഥ അല്ലേ? രാവിലെ ആയാൽ അമ്മയെന്ന് വിളിച്ചു വരും. എന്താ കണ്ണ? വെണ്ണ വേണം. ഇപ്പല്ലേ നീ വെണ്ണ കഴിച്ചത്, ഇനിയിപ്പോൾ തരില്ല. ഇപ്പം തരില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എപ്പോഴാ തരിക എന്ന്. എപ്പോഴാ തരിക? രാത്രി ആവട്ടെ, രാത്രി തരാം. രാത്രി തരുമോ? രാത്രി തരും. അടുത്ത ചോദ്യം, എന്താ അമ്മേ രാത്രി എന്ന് പറഞ്ഞാൽ? യശോദയാണെങ്കിൽ സ്കൂളും പോയിട്ടില്ല, ആകെ വിഷമായി. ഇപ്പം എന്താ രാത്രി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ലേ? യശോദ ആലോചിച്ചു, അറിയില്ല എന്നോ മറ്റോ പറഞ്ഞാൽ ഇവൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കും എൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന്. അത് അതിനേക്കാൾ നാണക്കാട്. ഒടുവിൽ യശോദ കണ്ടുപിടിച്ചു. രാത്രി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാന്ധകാരോദയേ. ഇരുട്ടായാൽ രാത്രിയാവും. ഇരുട്ടായാൽ രാത്രിയാവും. രാത്രിയായാൽ വെണ്ണ തരും. അപ്പോൾ ഇരുട്ട് വന്നാൽ രാത്രിയാവും, രാത്രിയായ വെണ്ണ തരും. ഉറപ്പല്ലേ? യശോദയ്ക്ക് ഉറപ്പായി. ഇവൻ എന്തോ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യം. ആമീല്യ അക്ഷിയുഗം, 2 കണ്ണുകളും മുറുക്കി അവിടെ അടച്ചു. അമ്മേ ഇരുട്ടായല്ലോ, ഇനി വെണ്ണ തരൂ എന്നും പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി നല്ല സൂത്രക്കാരനാണ്, ഇനിയിപ്പോൾ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വേഗം ഒരു ഉരുള വെണ്ണയെടുത്ത് വലത്തെ കയ്യിലവിടെ കൊടുത്തു. വലത്തെ കയ്യിലുള്ള വെണ്ണയിലേക്ക് നോക്കി, ഇടത്തെ കയ്യിലേക്ക് നോക്കി, അമ്മയുടെ മുഖത്തേക്ക് നോക്കി. വലത്തെ കയ്യിൽ നോക്കി, ഇടത്തെ കയ്യിൽ നോക്കി. എന്തേ അമ്മ വലതുപക്ഷക്കാരിയാ? ഇതെന്താ ഇടത്തെ കൈക്ക് വെണ്ണയില്ലേ? ഇടത്തെ കൈക്ക് വേറെ വെണ്ണ വേണോ? വേണം. ഈ ഇടത്തെ കൈ ആരാ അറിയോ? ആരാ? വലത്തെ കൈയിൻ്റെ സഹോദരനാണ് ഇടത്തെ കൈ. അപ്പോൾ വലത്തെ കൈക്ക് മാത്രം വെണ്ണ കൊടുത്താൽ ആർക്ക് സങ്കടാവും? ഇടത്തെ കൈക്ക് സങ്കടാവും ഇല്ലേ? ഇപ്പോൾ ഏട്ടന് മാത്രം വെണ്ണ കൊടുത്താൽ ഞാൻ കരയാറില്ലേ? ഞാൻ മാത്രം വെണ്ണ കഴിക്കുമ്പോൾ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ കൊടുക്കുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ കൊടുക്കുമ്പോൾ ആർത്തനായി കേഴുന്നോരെന്നെ പോലെ. സങ്കടാവില്ലേ? അതുകൊണ്ട് ഇടത്തെ കൈക്ക് വെണ്ണ. വേഗം യശോദ ഇടത്തെ കൈയിലേക്ക് വെണ്ണ കൊടുക്കുമ്പോഴേക്കും വലത്തെ കയ്യിലെടുത്ത് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വലത്തെ കൈക്കാ സങ്കടം. ഇത് നല്ല സൂത്രമാണല്ലോ. ഒടുവിൽ 2 വലിയ ഉരുള വെണ്ണ എടുത്ത് ആ 2 കയ്യിലൊങ്ങ് വച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ അമ്മയെ നോക്കി ചിരിച്ച് 2 കയ്യിലുമായിട്ട് ആ വലിയ ഉരുള വെണ്ണയും വെച്ച് നിൽക്കുന്ന ഒരു കൃഷ്ണൻ, നവനീത കൃഷ്ണം. യശോദ ആ സൗന്ദര്യം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയെ അത്ഭുതപ്പെടുത്തി വായ അവിടെ തുറന്നു. ഈ വലിയ 2 ഉരുള വെണ്ണയും കൂടി ഒപ്പം വായയിലൊക്കെ കിട്ടും. യശോദ അയ്യോ എന്ന് പറയുമ്പോഴേക്കും മുഖഭാവം മാറി, കണ്ണുരുട്ടി മിഴിക്കാൻ തുടങ്ങി, ശരീരം കിടകിട വിറയ്ക്കാൻ തുടങ്ങി. അയ്യയ്യോ വെണ്ണയൻ തൊണ്ട തന്നിൽ തങ്ങിപ്പോയി. അമ്മേ വെണ്ണ തൊണ്ടയിൽ തങ്ങിപ്പോയി. ഇത് കേട്ട യശോദയ്ക്കുണ്ടായി വേവലാതി. യശോദ വേഗം പോയി എടുത്ത് കുലുക്കിയാതെ താണു പോവില്ലേ? വേഗം വായയിൽ കൈയിട്ടാൽ കിട്ടില്ല, അത് കുറേ ഉള്ളിലാണ്.
എന്നാൽ പിന്നെ ഞാൻ ഗോപികമാരോട് പറയണ്ട, എന്തേ അവർക്കിത് കളവാണെന്ന് മനസ്സിലാവും. യശോദയെ പറ്റിക്കണ പോലെയൊന്നും ഗോപികമാരെ പറ്റിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? തൊണ്ടയിലുള്ള വെണ്ണ ഉരുക്കി കളയുക. തൊണ്ടയിലുള്ള വെണ്ണ എങ്ങനെയാണ് ഉരുക്കുക? ചൂടുപാൽ ചെല്ലുകിൽ അതുരുകും. അത്രയേ ഉള്ളൂ. നല്ല ചൂടുള്ള പാലങ്ങ് ഒഴിച്ചു കൊടുത്താൽ വെണ്ണ ഉരുകിപ്പോവുമല്ലോ. അതുകൊണ്ട് ചൂട് പാലൊഴിച്ചാൽ മതി. അതിനിപ്പോൾ പാല് തിളപ്പിക്കാനുള്ള നിനക്ക് ശ്വാസം, അതുവരെയുള്ള ശ്വാസമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് കേട്ട് യശോദ വേഗം പോയി അടുപ്പ് കത്തിച്ച് പാലിൻ്റെ പാത്രം വെച്ച് പാല് തിളപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ചത്തുപോവോ എന്നൊക്കെ കരയുന്നുണ്ട്. യശോദ വേഗം ആ ചൂട് പാല് ഗ്ലാസ്സിലേക്ക് പകർന്ന് സാരി കൊണ്ടങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കും മലർന്ന് കിടക്കുക. കണ്ണടച്ചിട്ടുണ്ട്, ശരീരമൊക്കെ മുടിക്കെട്ടൊക്കെ അഴിഞ്ഞിട്ടുണ്ട്, അനങ്ങണില്ല. പേടിച്ചു പോയി യശോദ. വേഗം അവിടെ പാല് വെച്ച് മടിയിലേക്ക് അങ്ങ് കിടത്തി. കണ്ണാന്ന് പറഞ്ഞ് കുലുക്കി വിളിച്ചു. വായ മാത്രം തുറക്കണുണ്ട്. അപ്പം സംശയമായി. പതുക്കെ ആ ചൂട് പാല് ഊതി കുറച്ച് വായിലേക്കങ്ങ് ഒഴിച്ചു. ഒരു ഇറക്ക് പാലങ്ങ് ഇറക്കി. പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ചോദിക്കുക, പഞ്ചസാര ഇട്ടിട്ടില്ല അല്ലേ? യശോദയ്ക്ക് വന്നു ഒരു ദേഷ്യം. ഇവിടെ മനുഷ്യൻ്റെ ജീവൻ പകുതി പോയി. അപ്പോളാ ഏതായാലും ആ പാല് മുഴുവൻ അവിടെ കുടിച്ച് അമ്മയെ ചേർത്ത് പിടിക്കുന്നതായ രംഗം. പിന്നെ യശോദ ഒരു ദിവസം വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. പതുക്കെ അടുത്ത് വന്ന അമ്മയോട് ചോദിച്ചു, എന്തു പറ്റി അമ്മേ, എന്താ സങ്കടം? അപ്പോൾ പറഞ്ഞു, അത് കല്യാണം കഴിച്ചു വരുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ഒരു ഫോട്ടോ, ഒരു ചിത്രം തന്നിരുന്നു. പത്മനാഭസ്വാമിയുടെ ചിത്രം, അനന്തപത്മനാഭസ്വാമിയുടെ ചിത്രം. അത് നശിച്ചുപോയി, അത് പൊട്ടിപ്പോയി. അപ്പോൾ പുതിയൊരു ചിത്രം, അത് അച്ഛനോട് പറഞ്ഞാൽ മധുരയിൽ നിന്ന് വാങ്ങില്ലേ? ഇല്ല, മധുരയിൽ ഇപ്പോൾ കംസനാണ് ഭരണാധികാരി. അതുകൊണ്ട് ഭഗവാന്റെ ചിത്രമൊന്നും വിൽക്കാൻ പാടില്ല. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അനന്തപത്മനാഭസ്വാമിയെ കാണണം, അനന്തശായിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഏട്ടാന്ന് വിളിച്ചു. അനിയൻ്റെ വിളി കേട്ടതും ബലരാമൻ ഇവിടെ നിന്നോടെന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് വരിക. വാതിലിൻ്റെ പിറകിൽ ഇവിടെ മറഞ്ഞു നിന്നു. അമ്മയോട് കാണിച്ചു കൊടുത്തു, മിണ്ടരുത്, ഞാൻ എവിടെയുണ്ട്. ബലരാമൻ ഓടി പടി അങ്ങ് കടന്നതും കാല് നീട്ടി അവിടെ വച്ചു. കാലിന് തടഞ്ഞു. ബലരാമൻ മലർന്നവിടെ വീണു. യശോദയുടെ മുമ്പിൽ നീളത്തിൽ ബലരാമേട്ടൻ അങ്ങ് വീണതും ഓടി വന്ന് ബലരാമനെ കെട്ടിപ്പിടിച്ചവിടെ കടന്നു. എന്നിട്ടോ ബലരാമൻ്റെ ആ ദേഹത്തിൽ ഭഗവാൻ നീണ്ടങ്ങ് കിടന്ന് ഒരു കൈകൊണ്ട് പൻ്റെ ആ ശിരസ്സവിടെ താങ്ങി നിർത്തി, മറുകൈ കൊണ്ട് ആ ജ്ഞാനമുദ്ര കാണിച്ച് യശോദയോട് പറഞ്ഞു, അമ്മേ ഒന്നിങ്ങോട്ട് നോക്കിക്കോളൂ, ഇത് തന്നെയാണ് സാക്ഷാൽ അനന്തശായി. അമ്മയ്ക്കനന്തശയനം വെളിവാക്കിനാൻ പോൽ. അങ്ങനെ വൈകുണ്ഠത്തിൽ പോയി കാണേണ്ട ആ പത്മനാഭസ്വാമിയെ യശോദയ്ക്ക് ആ വീട്ടിൻ്റെ ഉള്ളിൽ മുമ്പിലായിട്ട് കാണിച്ചു കൊടുത്തു. ഏതായാലും ഗൃഹദാസികളില്ലാത്തൊരു ദിവസം യശോദ തന്നെ ആ ഗൃഹകൃത്യങ്ങളിൽ മുഴുകുന്നതും, അവിടെ പാല് കുടിക്കാനായി ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ അടുപ്പിലുള്ള പാല് തിളച്ചുമറിയണ ശബ്ദം കേട്ട് വേവലാതി പിടിച്ച് ഭഗവാനെ മാറ്റിക്കിടത്തുന്നതും, പോയി വരുമ്പോഴേക്കും ധൈര്യം കൊടക്കെ ഉടച്ച് വികൃതി കാണിച്ചതായ കൃഷ്ണനെ ഭഗവാനെ ആ ഉരലിൽ ചേർത്ത് കെട്ടുന്നതും, താൻ ബന്ധനത്തിലാണെങ്കിലും ഭക്തന്മാരുടെ ബന്ധനം തീർക്കാൻ തനിക്ക് സാധിക്കുമെന്ന ഭാവത്തിൽ മരുതുവൃക്ഷങ്ങളായി നിൽക്കുന്ന കുബേരപുത്രന്മാർക്ക് ഭഗവാൻ ശാപമോക്ഷം കൊടുത്ത് അനുഗ്രഹിക്കുന്നതുമായ രംഗം. പിന്നീട് വൃന്ദാവന പ്രവേശനം. സർവ്വവിധത്തിലും വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. അവിടെ അർദ്ധചന്ദ്രാകൃതിയിൽ വൃന്ദാവനത്തിൽ ലീലകൾ ആരംഭിച്ചു. അവിടെ ഭഗവാൻ ബകാസുരൻ തുടങ്ങിയ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു. അഘാസുരൻ എന്ന പെരുമ്പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു അസുരനെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ആ ലീല ചെന്ന് ഭഗവാൻ കുട്ടികൾ പറഞ്ഞത് ഇന്ന് കൃഷ്ണനൊരു പാമ്പിനെ കൊന്നു എന്നാണ്. പക്ഷെ പറഞ്ഞത് ശരിക്കും 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് പരീക്ഷിച്ച് ചോദിച്ചത്, ഈ കാലാന്തരം എന്തുകൊണ്ടാണ് വന്നത്? കാലസ്വരൂപനായ ഭഗവാന്റെ ലീലയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും പരീക്ഷിച്ച് ചോദിച്ചപ്പോഴാണ് ബ്രഹ്മമോഹനം അഥവാ വത്സസ്തേയം എന്ന പ്രകരണം. സർവ്വവിധത്തിലും ഭഗവാൻ കൂട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന രംഗം.
യജ്ഞസ്വരൂപനായ ഭഗവാൻ യാതൊരു എച്ചിലും വറ്റുമില്ലാതെ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം അങ്ങോട്ട് കൊടുത്തും അവർ തന്നത് ഇങ്ങോട്ടൊക്കെ പകർന്നും പരസ്പരം എങ്ങനെ കഴിക്കണത് കണ്ടപ്പോൾ ബ്രഹ്മാണ്ഡനായകനായ ബ്രഹ്മാവിനൊരു സംശയം, ഇത്രയുമല്ലല്ലോ അല്ലേ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് കൃഷ്ണാവതാരത്തിൻ്റെ അനൗൺസ്മെൻ്റ് നടത്തിയ ആളാ ബ്രഹ്മാവ്. ഭൂമിയിൽ വന്ന് അലൗകികമായ ഭാവത്തിൽ അവതാരലീലകളെ ആടിത്തിമറക്കും കൃഷ്ണൻ എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് വന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പയ്യൻ. അങ്ങനെ ആ കൃഷ്ണൻ്റെ മഹത്വം ഒന്ന് നേരിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ബ്രഹ്മാവ് പശുക്കളെയും ഗോപന്മാരെയൊക്കെ തൻ്റെ ജാലവിദ്യ കൊണ്ട് മറച്ചു. ഒരു ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുറച്ച് പശുക്കളെ സൃഷ്ടിക്കാൻ തനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അത്രയും പശുക്കളായി, പശുക്കുട്ടികളായി, ഗോപന്മാരായി ഭഗവാൻ. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പിടികിട്ടണ്ടേ? ഒരാൾക്കും പിടികിട്ടില്ല. അതേ സ്വഭാവം, അതേ രൂപം, അതേ ഭാവത്തിലുള്ള നടത്തം എല്ലാം ഒരുപോലെ, പശുക്കളുടേതും ഒക്കെ ഒരാൾക്കും പിടികിട്ടിയില്ല. പക്ഷേ ബലരാമനൊരു സംശയം. ബലരാമൻ ചോദിച്ചു, അഭൂതം പ്രേമവർദ്ധത, എന്തോ വൃന്ദാവനത്തിൽ മായ നടക്കുന്നുണ്ട്. കാരണം ഏത് പശുക്കുട്ടിക്കും ഏത് പശുവിൻ്റെ അകിട്ടിൽ പോയാലും പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും വല്ലാത്ത സ്നേഹമൊക്കെ കണ്ടപ്പോൾ ബലരാമൻ ചോദിച്ചു, കൃഷ്ണ നീ വല്ല മായാജാലവും തുടങ്ങിയിട്ടുണ്ടോ? ചോദിച്ചപ്പോൾ പറഞ്ഞു, തുടങ്ങിയിട്ടിപ്പോൾ 6 മാസമായി. എന്തേ? ഏട്ടന് കാണണോ? വേഗം ബലരാമനെ ഒന്ന് ചേർത്ത് പിടിച്ച് ബലരാമനൊന്ന് നോക്കിയപ്പോഴാണ് പശുവായും പശുക്കുട്ടിയായും ഗോപന്മാരായും ഓടി നടക്കുന്നതൊക്കെ കൃഷ്ണനാണ്. അപ്പോൾ ഒറിജിനൽ ബ്രഹ്മാവിൻ്റെ അടുക്കിയാണ്. ബ്രഹ്മാവിന് നമ്മളെ പരീക്ഷിക്കണം എന്നൊരു തോന്നൽ. എന്നിട്ട് ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബലരാമന് വന്ന് ദേഷ്യം. എന്നോട് പറയാറുന്നില്ലേ, ഞാൻ ചെവി പിടിച്ച് കൊണ്ടുവരില്ലേ ബ്രഹ്മാവിനെ, അതുകൊണ്ട് തന്നെയാണ് പറയാണ്ടിരുന്നത്. ബ്രഹ്മാവ് വരും, നോക്കിക്കോളൂ എന്നും പറഞ്ഞ് കാത്തിരുന്നു. ബ്രഹ്മാവ് ഇവരെയൊക്കെ അവിടെ കൊണ്ടുപോയി മറച്ച് വന്ന് നോക്കുമ്പോൾ ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് പോയി നോക്കുമ്പോൾ അവിടെയുണ്ട്. സത്യാക്കേ കതരേ നേതി. ഇപ്പം ഇതിലേതാ യഥാർത്ഥം എന്ന് മനസ്സിലാവാണ്ടായി. വീണ്ടും ബ്രഹ്മാവ് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് താനിരിക്കുന്ന താമരയുടെ മുകളിൽ വേറൊരു 4 തലയും ബ്രഹ്മാവ്. ഇപ്പം ബ്രഹ്മാവിന് തന്നെ തലചുറ്റാൻ തുടങ്ങി. ഒടുവിൽ ഹംസവാഹനത്തിൽ കയറി വന്ന് വൃന്ദാവനത്തിൽ ഭഗവാന്റെ മുമ്പിലേക്ക് നമസ്കരിച്ച് സ്തുതിക്കുന്ന ബ്രഹ്മസ്തുതിയൊക്കെയാണ് പിന്നീട് ഇവിടെ പാരായണം ചെയ്തത്. ഇനി ഗോവർദ്ധന യാഗരംഗം തുടങ്ങിയ രംഗങ്ങളെ വർണ്ണിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.